ഞാൻ തുടങ്ങുന്ന കാലത്ത് ബിസിനസ് തുടങ്ങാൻ ഗവൺമെൻറ് ഭാഗത്തു നിന്നൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. എല്ലാ ഓഫീസുകളും നമ്മൾ ചെന്നാൽ നമ്മളൊരു ലൈസൻസോ മറ്റു കാര്യങ്ങളോ ചെയ്ത് കിട്ടണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇന്ന് വന്ന് ഇപ്പം അത് അവർ നമ്മളെ തേടി വരുന്ന നിലയിലേക്ക് മാറി. ഒരു ബിസിനസ് എന്നുള്ള നിലക്ക് അത് മാസാവസാനം അത് നമ്മൾ അതിൽ പ്രോഫിറ്റ് ഉണ്ടാവണം. അപ്പോൾ ഒരു ബിസിനസ് അത് സക്സസ്ഫുള്ളി ബിസിനസ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ നമ്മളത് എന്തോ കാട്ടിക്കൂട്ടുന്ന പോലെയാണ്. പുതിയ ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഒന്ന്, സാധ്യതകൾ എന്തു ചെയ്യാന്നുള്ള നിലപാടാവുന്നത്. നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആ പ്രദേശത്തുള്ള സാധ്യതകൾ, കിട്ടാവുന്ന റോ മെറ്റീരിയൽ, വാങ്ങുന്ന ആളുകളുടെ അപ്പോൾ അതൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് വിജയിക്കാനുള്ള സാധ്യത ഉണ്ടോ ഇല്ലെന്ന് അസസ് ചെയ്യണം. അപ്പോൾ അത് സാധ്യത നോക്കി ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വിജയിക്കാൻ പറ്റും. അതിന് കഠിനാധ്വാനം ആവശ്യമാണ്. കഠിനാധ്വാനം ചെയ്യാത്ത ഒരാൾക്കും വിജയിക്കാൻ കഴിയില്ല. കോഴിക്കോട് ഒരു തീപ്പെട്ടി കമ്പനിയിൽ തൊഴിലാളിയായി തുടങ്ങി ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ചെരുപ്പ് നിർമ്മാണ കമ്പനിയായ VKCയുടെ ഉടമസ്ഥനായ VKC മുഹമ്മദ് കോയയും അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടിയായ ഫുഫുഡ്സ് മുതലാളിയുമായ ഫവാസുമാണ് നമ്മുടെ ഡൂൾ ന്യൂസിൻ്റെ ഇന്നത്തെ ഡിസ്കഷനിലുള്ളത്. വെൽക്കം. VKC മുഹമ്മദ് കോയയിൽ നിന്ന് KC താങ്കൾ അവർക്ക് പൈസ കൊടുത്ത് മേടിച്ചതായിരുന്നു എന്നാണ്, അല്ലെങ്കിൽ താങ്കളുടെ തീപ്പെട്ടി കമ്പനി തുടങ്ങുമ്പോൾ ആണ് അതിൻ്റെ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ആളുകളായിരുന്നു സയ്യിദ് അലവിയും ഈ KCയിലുള്ള ആളുകൾ. അപ്പം അവരെ പാർട്ട്ണറായി തുടങ്ങുകയും പിന്നീട് ആ ഒരു KC മേടിക്കാനുള്ള, ശരിക്കും ഒരു കമ്പനി ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ പേരിടാം അല്ലെങ്കിൽ നിങ്ങളുടെ ഇനീഷ്യൽ ഇടാം. അതിൻ്റെ അപ്പുറമായിട്ട് അങ്ങനെ മേടിച്ചെടുക്കാനുള്ള ഒരു കാരണം എന്തായിരുന്നു? VKC എന്നുള്ളത് ഞങ്ങൾ മൂന്നാളുകളുടെ ഇനീഷ്യലാണ്. അപ്പം അതിൽ ഈ C എന്നുള്ള ആൾ കമ്പനി പ്രൊഡക്ഷൻ ആകുന്നതിന് മുമ്പ് തന്നെ അയാൾ പിരിഞ്ഞു. അയാൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. സാമ്പത്തിക പ്രശ്നം കൊണ്ട് പറ്റില്ല, എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് വേറെ ബിസിനസ്സുള്ള ആളായിരുന്നു. അതിന് പിന്മാറി. പിന്നെ ആണ് ഉണ്ടായിരുന്നത്. ആയിട്ട് ഞങ്ങൾ കുറേ മുന്നോട്ട് പോയപ്പോൾ പിന്നെ യോജിച്ചു പോകുന്നതിനൊരു പ്രയാസം വന്നു. പ്രയാസം വന്നപ്പം അദ്ദേഹം വേറെ ഒരു തുടങ്ങാമെന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ അത് ലോകത്തിൽ തന്നെ പറഞ്ഞിട്ട് ഒക്കെ പിരിയാൻ പിരിഞ്ഞു. അപ്പോൾ ആ സമയത്ത് പേര് ആരെടുക്കും? ഇപ്പം പഴയ സ്ഥാപനം ഞാനാണ് എടുക്കുന്നത്. സ്വാഭാവികമായിട്ട് അവിടെ നിൽക്കേണ്ടതാണ് പേര്. എന്നാലും അത് പിന്നെ അവർക്കും കൂടി അവകാശപ്പെട്ട അന്നത്തെ നിലക്ക് അവർക്കൊരു ഗുഡ്വിൽ അന്നത്തെ ഒരു റേറ്റ് കൊടുത്തിട്ടാണ് എടുത്തത്. അതൊരു മര്യാദൻ്റെ പേരിൽ. മറ്റിപ്പോൾ കമ്പനി എടുക്കുമ്പോൾ ആ കമ്പനി ഞാനാണ് എടുത്തത്, പേരുള്ള കമ്പനി. എങ്കിലും അവർക്കൊരു ചെരുപ്പിലേക്ക് വരുമ്പോൾ ആ പേരെന്തുകൊണ്ടാണ് ഒഴിവാക്കാത്തത്? ചെരുപ്പിലേക്ക് വരുമ്പോൾ ആ പേര് ബ്രാൻഡായി മാറിയിട്ടുണ്ടായിരുന്നു. ആ പേര് പിന്നെ അന്ന് ആ പേര് ഇട്ട് പോന്നെങ്കിലും അത് പിന്നീടത് പിന്നെ എന്നെ അറിയപ്പെടുന്നത് ആ പേരിലായി. പിന്നെ അങ്ങനെ ആൾക്കാർ അതാണ് ഒരു വിഷയം വന്നത് അവിടെ. എന്നെ അറിയുന്നത് VKC എന്നുള്ള പേരിലായി. എന്താണ് പേരിട്ടതല്ല, ആ പേര് ഇങ്ങനെ വന്നു. ആൾക്കാർ സ്വയം ആളുകൾ അറിയപ്പെടുന്ന VKC എന്നറിയപ്പെടുന്നതുകൊണ്ട് അങ്ങനെ അത് മാറി. അപ്പോൾ അതിനുശേഷം പിന്നെ നമ്മൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടി വന്നപ്പോൾ, ജില്ലാ കൗൺസിലിൽ മത്സരിക്കേണ്ടി വന്നപ്പോൾ ഒരു വിഷയമായി. ഇപ്പം അങ്ങനെ നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു ഇങ്ങനെ മുഹമ്മദ് കോയ എന്ന് പറഞ്ഞാൽ ആളിങ്ങനെ അറിയാം, ഈ ആൾക്കാർ VKC എന്നല്ല അറിയാം, അപ്പോൾ അതുകൂടി കൂട്ടിയിട്ട് ചേർക്കണം എന്ന് പറഞ്ഞു പേരിൻ്റെ കൂടെ. അപ്പോൾ അന്നത്തെ കളക്ടറുമായി സംസാരിച്ചു. അപ്പോൾ ചേർത്തോളെന്ന് പറഞ്ഞു. പേര് മുഹമ്മദ് കോയ VKC എന്ന് ചേർത്തി. അങ്ങനെയാണ് അത് ആരംഭിക്കുന്നത്. പേരിൻ്റെ കൂടെ അന്നാണ് ചേരുന്നത്. അപ്പോൾ അത് പിന്നീടത് പെർമനൻ്റായപ്പോൾ പിന്നെ അത് ബാക്കിയുള്ള ഉപയോഗിക്കുന്നതായി. പിന്നെ അത് പിന്നെ ആധികാരികമായിട്ട് തന്നെ അത് ഗസറ്റിൽ പബ്ലിഷ് ചെയ്തിട്ട് ആധികാരികമായിട്ട് തന്നെ പേരാക്കി. അങ്ങനെയാണത് അതിൻ്റെ ഒരു VKC എന്നുള്ളത് പിന്നെ സ്ഥാപനത്തിൻ്റെ പേര് എൻ്റെ പേരായത്. അങ്ങനെയാണ്. ഫവാസിലേക്ക് വരുമ്പോൾ ബിസിനസ് ഫാമിലിയിലാണ് ഫവാസ് ജനിച്ചത്. ചെറുപ്പം മുതലേ ഒരു വലിയൊരു ബിസിനസ്സുകാരൻ്റെ വീട്ടിലാണ് താങ്കൾ ജനിച്ചത്. സ്വാഭാവികമായിട്ടും ബിസിനസ് ഫാമിലി ആവുമ്പം ഒരു പ്രഷർ ഉണ്ടാവും. ഞാനും വലുതായിട്ട് ബിസിനസ്സുകാരനാവണം, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഇദ്ദേഹത്തിൻ്റെ മക്കൾ രണ്ടുപേരും ഈ കമ്പനീൻ്റെ വളർച്ചയിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അതേപോലെ അത്തരത്തിലുള്ളൊരു പ്രഷർ കൊണ്ടാണ് ഫവാസും ബിസിനസ്സിലേക്ക് എടുത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അല്ല, അങ്ങനത്തെ ഒരു പ്രഷർ ഒരിക്കലും ഉണ്ടായിരുന്നില്ല. നമ്മൾ പഠിക്കുന്ന സമയത്ത്
ഒരിക്കലും ഇത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാവാറില്ല. ബിസിനസ്സിലേക്ക് തന്നെ വരണം, അത് ചെയ്യണം, അങ്ങനത്തെ ചർച്ചകൾ ഉണ്ടാവാറില്ല. ആ സമയത്ത് നമുക്ക് ചിന്തിക്കാനും നമ്മുടേതായിട്ടുള്ള ആഗ്രഹങ്ങൾ ഇതാക്കാനൊക്കെ ഉള്ള അവസരം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്നവരെ എനിക്കൊരു അധ്യാപകനാവാനായിരുന്നു ആഗ്രഹം. പിന്നെ +1 +2 എത്തിയ സമയത്ത് സ്വാഭാവികമായിട്ട് നാച്ചുറലി നമ്മുടെ ഉള്ളിൽ അതിന്റെ ഒരു ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഫാമിലിയിൽ എല്ലാ വർഷവും ഒരു ആനുവൽ മീറ്റപ്പ് ഉണ്ടാവും. അത് ഡീലേഴ്സും ഹോൾസെയിലേഴ്സും ഒക്കെ വന്നിട്ടുള്ള ഒരു മീറ്റപ്പാണ്. അപ്പൊ ആ മീറ്റപ്പിൽ ഫാമിലീസും കൂടും. ഒരു ഗെറ്റ് ടുഗദർ പോലെയാണ് ആ പ്രോഗ്രാം നടക്കാറുള്ളത്. അപ്പൊ ഞാൻ 4ലും 5ലും 6ലൊക്കെ പഠിക്കുമ്പോൾ ഈ പ്രോഗ്രാം നടക്കുന്നുണ്ട്. അപ്പൊ അവിടെ വെച്ചിട്ട് ഈ ബിസിനസിനെ കുറിച്ചിട്ടുള്ള ഇതുവരെ എന്തൊക്കെ സംഭവിച്ചു, എവിടം വരെ എത്തിയിട്ടുണ്ട്, ഭാവി പരിപാടികൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ ആ പരിപാടിയിൽ ഡിസ്കസ് ചെയ്യും. ഇതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ വളരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഉള്ളിലുള്ള ഒരു ഡെപ്പോസിറ്റ് ആയിട്ടായിരിക്കണം +1 +2 എത്തിയ സമയം മുതൽ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹം വന്നു തുടങ്ങി. കൊമേഴ്സ് ആയിരുന്നു പഠിച്ചിരുന്നത്. ഒരുപാട് കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കി. കോളേജിലേക്ക് പഠിക്കുമ്പോൾ കോളേജിൽ ചേർന്ന സമയത്തും ഇതുപോലെ തന്നെ എന്തെങ്കിലും തുടങ്ങണം എന്നായി. അപ്പോൾ അങ്ങനെ ഒരു നാച്ചുറലായിട്ട് വന്നിട്ടുള്ള ഒരു ടെൻഡൻസിയാണ് ഈ ബിസിനസ് തുടങ്ങാനുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. VKCയിലെ പേര് പോലെ തന്നെ ഫവാസിന്റെ കമ്പനി നെയിം ഫൂ ഫുഡ്സ് എന്നാണ്. അങ്ങനെ ഒരു പേരിടാനുള്ള കാരണം എന്തായിരുന്നു? ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു ആശയമായിരുന്നു. ഞാൻ നാട്ടിൽ ചാലിയത്താണ് എൻ്റെ നാട്. അപ്പോൾ അവിടെയുള്ള കല്ലുമ്മക്കായ വെച്ചിട്ട് ഒരു ബിസിനസ് തുടങ്ങണം എന്ന് തോന്നി. അങ്ങനെ ആ കല്ലുമ്മക്കായ വെച്ചിട്ട് നമ്മളൊരു സയന്റിഫിക് റിട്ടോ ടെക്നോളജി ഒക്കെ യൂസ് ചെയ്ത് 1 വർഷം വരെ കേടുവരാത്ത രീതിയിൽ പാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കി. അപ്പൊ ഇത് പേര് എന്തിടണമെന്ന് ആലോചിച്ച സമയത്ത് ഫുഡുമായി ബന്ധപ്പെട്ടിട്ടൊരു പേര് ആലോചിച്ചു. അപ്പൊ അതില് എൻ്റെ താത്തയുടെ മോനുണ്ട്. അപ്പൊ അവന് ചൂടുള്ള ഭക്ഷണത്തിന് ഫൂ ഉണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു കഥ ഓക്കെ ഇതിലേക്ക് റിലേറ്റ് ചെയ്യാം, ഒരു സ്റ്റോറി ഉള്ള ഒരു പേരായിക്കോട്ടെ എന്നുള്ള ആൾക്കായിരുന്നു ഫൂ ഫുഡ്സ് എന്നുള്ള പേര് വന്നത്. താങ്കൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തൊഴിലാളിയായിട്ടാണ്, അതും ബന്ധുവിൻ്റെ കമ്പനിയിൽ തൊഴിലാളിയായിട്ടാണ് താങ്കൾ വരുന്നത്. പിന്നീട് ഒരുപാട് ബിസിനസ്സുകൾ ചെയ്തു. ചിലത് സക്സസ് ആയി, ചിലത് ഫെയിൽ ആയിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ സ്വാഭാവികമായിട്ടും അധികം ആൾക്കാർ തൊഴിലാളി ആയി വരുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രത്യേകിച്ചിട്ട് ഒരു പാർട്ടിയിലൊക്കെ പങ്കെടുക്കുമ്പോൾ തന്നെ തൊഴിലാളിയായിട്ട് എങ്ങനെ മുന്നോട്ടേക്ക് പോകാനായിരിക്കും നോക്കാം. മറിച്ച് ഒരു സംരംഭകനാകണമെന്ന് ആദ്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ കാലക്രമേണ സംഭവിച്ച കാര്യമായിരുന്നു? അല്ല, അത് പിന്നെ ആദ്യം തീരുമാനമൊന്നുമില്ല. പിന്നെ നമ്മൾ ഇത് ഇതിൽ വന്നു, വേറെ ബിസിനസ്സിലൊക്കെ വന്നു. ആ ബിസിനസ്സിലൊക്കെ കുറച്ച് പിന്നെ പ്രോഗ്രസ് ഉണ്ടായി. പ്രോഗ്രസ് ഉണ്ടായി കഴിഞ്ഞപ്പം പിന്നീട് നാട്ടിൽ വന്നപ്പം എന്തെങ്കിലും തുടങ്ങാന്നുള്ള ഇത് വന്നപ്പോൾ നമുക്ക് പരിചയമുള്ളതാണല്ലോ. പണ്ട് ഈ തീപ്പെട്ടി നിന്നാണല്ലോ വന്നത്. അങ്ങനെ തീപ്പെട്ടിയാണ് തുടങ്ങിയത്. പിന്നെയാണ് ചെരുപ്പിൻ്റെ വന്നത്. ആദ്യം തുടങ്ങിയത് തീപ്പെട്ടി. ഹോട്ടൽ ബിസിനസ്സും ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ കുറെ പല ബിസിനസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഫാക്ടറി എന്നുള്ള നിലയിൽ ആദ്യം തുടങ്ങിയത് പിന്നെ തീപ്പെട്ടിയാണ്. തീപ്പെട്ടി പിന്നെ VKC പ്ലൈവുഡ് ആൻഡ് മാച്ച് ഇൻഡസ്ട്രീസ് എന്ന പേര് തുടങ്ങിയത്. പിന്നെ അത് ക്ലോസ് ചെയ്യേണ്ടി വന്നപ്പോൾ, അത് നടത്തി കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടിലേക്ക് വന്നപ്പോൾ ക്ലോസ് ചെയ്തു. ക്ലോസ് ചെയ്തപ്പോൾ അറിയപ്പെടുന്ന ഒരു പേരാണുള്ളത്. ആ പേര് കൊണ്ട് കളയാതെ അതിലേക്ക് ജോയിൻ്റ് ആക്കിയതാണ്. പ്ലൈവുഡ് എന്നുള്ളത് മാറ്റിയിട്ട് റബ്ബർ എന്നാക്കി അത് മാറ്റി. ഫവാസിലേക്ക് വരുമ്പം ഇദ്ദേഹത്തിൻ്റെ 2 മക്കളും ഇദ്ദേഹത്തിൻ്റെ ഒപ്പം തന്നെ 1996, 94 ആ സമയത്ത് ബിസിനസ്സിലേക്ക് വരുന്നു. VKC എന്ന കമ്പനി വലിയൊരു ഉയർച്ചയിലേക്ക് അവരെത്തിക്കുന്നുമുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഒപ്പം തന്നെ. ഫവാസ് എന്നാൽ VKC ബ്രാൻഡിലേക്കല്ല പോയത്, പുതിയതായിട്ടൊരു ബിസിനസ് ആരംഭിക്കാനാണ്. കാരണം അങ്ങനെ ഒരു സ്വാഭാവികമായിട്ട് നമ്മളൊരു സേഫ് സോൺ ആണല്ലോ. സ്വാഭാവികമായിട്ട് നോക്കാം, എൻ്റെ ഉപ്പാപ്പൊക്കെ ഒരു ബിസിനസ് ഉണ്ട്, അതിനകത്ത് കൂടെ നിന്ന് കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്നായിരിക്കും അധികം ആളുകൾ വിചാരിക്കാം. എന്നാൽ എൻ്റെതായ ഒരു ബ്രാൻഡ് ഉണ്ടാക്കണമെന്ന് എങ്ങനെയാണ് ചിന്തിക്കാൻ കാരണം? അതിനൊരു പ്രത്യേക കാരണം ഉണ്ടായിരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഒഴുക്കിലിങ്ങനെ നടക്കുകയായിരുന്നു. ഇപ്പോൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഈ ഒരു ആശയം വന്നു. ആ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് യാത്ര ചെയ്തു. കൊച്ചിയിൽ പോയിട്ട് CIFT ടെക്നോളജി എടുത്തിട്ട് തുടങ്ങി. പക്ഷെ ഈ തുടങ്ങുന്ന സമയത്തും ഫാമിലിയിൽ നിന്നുണ്ടായിരുന്ന സപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, പുതിയൊരു ഐഡിയ അല്ലേ, നല്ലൊരു കാര്യമല്ലേ, അപ്പോൾ ഈ സമയത്ത് തന്നെ ഇത്ര പ്രായത്തിൽ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല കാര്യം, നീ മുന്നോട്ട് പോയിക്കോന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടും അവർ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പരിപാടികളിലൊക്കെ പോകുന്ന സമയത്ത് ഇവർ പറയുന്ന കാര്യങ്ങളും ഈ ബിസിനസ് ഇത്ര വർഷം കൊണ്ട് ഇത്ര എത്തി. അപ്പം ഞാൻ വിചാരിച്ചു നോക്കി, ഇത് വളരെ എളുപ്പമുള്ള സംഭവമാണ്. നല്ലൊരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ മാർക്കറ്റിലേക്ക് ഇറക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നല്ല റവന്യൂ, നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുള്ള. അപ്പം ആ ഒരു ശുഭാപ്തി വിശ്വാസത്തിലോട്ട് ഇറങ്ങിത്തിരിക്കുകയാണ് ചെയ്തത്. പക്ഷെ പിന്നെ മനസ്സിലായത് അത്ര എളുപ്പമല്ല, അത്യാവശ്യം നല്ല പണിയെടുത്തിട്ടാണ് കാര്യങ്ങളൊക്കെ എത്തുന്നത് എന്നുള്ളത്. അപ്പം ഒരിക്കലും അങ്ങനെ സ്വന്തമായിട്ടൊരു ബ്രാൻഡ് ഉണ്ടാക്കണോ അല്ലെങ്കിൽ ഫാമിലി ബിസിനസ് മാറി നിൽക്കുക അങ്ങനെ അല്ലായിരുന്നു. ഒരു ഒഴുക്കിൽ ഇങ്ങനെ ഒരു ഐഡിയ വന്നു, അതിന്റെ പിന്നാലെ പോയി അത് മാർക്കറ്റിലേക്ക് ഇറക്കാൻ വേണ്ടി നോക്കി, അതിനെ ബന്ധപ്പെട്ടിട്ട് കൂടുതൽ വർക്ക് ചെയ്യാൻ നോക്കി. അപ്പൊ അതിൽ നിന്ന് തീർച്ചയായിട്ടും ഈ ഒരു ഫാമിലി ഉണ്ടായതുകൊണ്ടുള്ള ഒരുപാട് സപ്പോർട്ട്, ഗ്രൗണ്ട് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം
അതുകൊണ്ടാണ് അത് അങ്ങനെ മുന്നോട്ട് പോയത്. താങ്കൾ പറഞ്ഞിരുന്നു എൻ്റെ കൂടെ കൂടിക്കോ, നീ VKC വന്നോ എന്നുള്ള രൂപത്തിലൊക്കെ ഫവാസിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അവന് അവസരമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവനെ ഇത് ചെയ്ത് അവൻ്റെ താല്പര്യം അവഗണിച്ചിട്ട് പിന്നെ വരുന്ന ഒരു പരിശ്രമം ഞാൻ നടത്തിയില്ല. അവൻ്റെ താല്പര്യം ഏതാണെന്ന് വെച്ചാൽ അതിന് പോകാന്നുള്ളതാണ്. അത് ഞാൻ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ ഫാദറും നമ്മളെ ബിസിനസ് തന്നെയാണ് കേട്ടോ, നമ്മളെ ഫുട്വെയറിൽ തന്നെയാണ്. അപ്പോൾ ആ സമയത്ത് ഇവനെ ഇങ്ങനെ ഓരോ സ്വന്തമായി തുടങ്ങുന്ന ഒരാളെ വിലക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരിക്കലും അവനെ അങ്ങോട്ട് ക്ഷണിച്ചില്ല. പിന്നെ ഞാൻ ഇങ്ങനെ ഇവനെ അന്വേഷിച്ചുകൊണ്ടിരുന്നു, എങ്ങനെയുണ്ട്, എന്താണ്, എവിടെ ഉണ്ട്, പുരോഗതി എന്താണെന്നൊക്കെ. പക്ഷെ ഇപ്പം ഇങ്ങനെ പിന്നെ എന്തെങ്കിലുമൊക്കെ പരിക്ക് പറ്റി എൻ്റെ അടുത്ത് പറയില്ല. അങ്ങനെയായിരുന്നു. പക്ഷെ അതിന്നവൻ സ്വന്തമായിട്ട് പിന്നെ അതല്ല, അതിന് ഒന്നുണ്ട്. അപ്പം ഇതൊക്കെ പരിക്ക് പറ്റിയാലും അതിന് ക്ഷീണിക്കാതെ അതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ പരിശ്രമിയാണ്. ഡിപ്പെൻഡ് ചെയ്യാൻ അത്ര ആഗ്രഹിക്കാത്ത ഒരാളാ തോന്നുന്നത്. അതാണ് അങ്ങനെ പതിയെ പണിക്കുന്നത്. തൊഴിലാളിയായിട്ടാണ് ആരംഭിക്കുന്നത്, നമ്മൾ അതിനകത്തേക്ക് തന്നെ വരാണ്. VKC ബ്രാൻഡ് തുടങ്ങുമ്പോൾ താങ്കളുടെ പുസ്തകത്തിൽ പറയുന്നത് 15 ആളുകളായിരുന്നു ആദ്യഘട്ടത്തിൽ തൊഴിലാളികളായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും ഒരു തൊഴിലാളി ലീഡറായിട്ടുള്ള ഒരാൾ ഒരു ബിസിനസ് ആരംഭിക്കുമ്പോൾ എങ്ങനെയായിരിക്കും അവരുടെ കമ്പനിയിലേക്ക് എങ്ങനെയായിരിക്കും ഒരു തൊഴിലാളിനെ സെലക്ട് ചെയ്യുക എന്നുള്ളത് ഒരു പ്രധാന ഘടകം. അന്ന് തുടങ്ങിയപ്പോഴുള്ള തൊഴിലാളികൾ ആരും ഇപ്പോഴും VKC ഉണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു അന്ന് തൊഴിലാളികളെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്? തൊഴിലാളികളെ സെലക്ട് ചെയ്തത് നമുക്ക് ഈ പരിചയം നമ്മളെ ബന്ധപ്പെട്ട ആളുകൾ തന്നെയാണ് നിശ്ചയിച്ചത്. ആ ഒരു ബന്ധം തന്നെയാണ് അന്ന് ഈ പ്രധാനമായിട്ടും ഉപയോഗിച്ചത്. പ്രത്യേകിച്ച് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളും അവരുടെ ബന്ധങ്ങളും ഒക്കെ തന്നെയാണ് ഉപയോഗിച്ചത്. ആ തരത്തിലുള്ള ആൾക്കാരുടെ ആ തലമുറ ഇപ്പം ഇല്ല. ആ തലമുറ കഴിഞ്ഞു. അവർക്കിപ്പം അവരുടെ മക്കൾ ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ കുറേ ഉണ്ടായിരുന്നു. അവരും ഇപ്പോൾ ഏകദേശം പോയി തീർന്നതാണ് തോന്നുന്നത്. കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവർ ഇപ്പോഴും ഉണ്ട് കുറച്ച് ആൾക്കാരൊക്കെ. ഇവരെ പിന്നെ ഇടയ്ക്കൊക്കെ നമ്മളെന്താ പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ അവരൊക്കെ വിളിക്കാറുണ്ട്. ആ പഴയ ആൾക്കാരെ നമ്മളെന്തെങ്കിലും കമ്പനീൻ്റെ ഫങ്ഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ആ ടൈപ്പ് ആൾക്കാരൊക്കെ നമ്മൾ പഴയ ആളുകളൊക്കെ നമ്മൾ വിളിച്ചു കൊണ്ടുവരാറുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട അവരെ മാത്രമല്ല, അന്നത്തെ ബന്ധപ്പെട്ട എല്ലാ ആൾക്കാരെയും കൊണ്ടുവരാറുണ്ട്. എന്തെങ്കിലും ഈ പുതിയ തലമുറയും പഴയ തലമുറ തൊഴിലാളികൾ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു? പിന്നെ അത് വ്യത്യാസം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഈ പ്രോസസ്സൊക്കെ തന്നെ മാറിക്കൊണ്ടിരിക്കല്ലേ. അന്നത്തേത് ഇപ്പോൾ തീപ്പെട്ടിയായിരുന്ന സമയത്ത് അതിൻ്റെ ഒരു പ്രോസസ്സ് വേറെയാണ്. ഇപ്പോൾ ചെരുപ്പിലേക്ക് വന്നപ്പോൾ ആദ്യം റബ്ബർ ഹവായി ആയിരുന്നു. അതിൻ്റെ പ്രോസസ്സ് വ്യത്യാസമുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റേത് ഈ PVC, PU ഇങ്ങനെയുള്ള ഈവ ഇങ്ങനെ തുടങ്ങിയിട്ട് മെറ്റീരിയൽസ് ഇങ്ങനെ മാറി, അതിൻ്റെ ഉപയോഗം മാറി, അതിൻ്റെ ഘടന മാറി, മെഷീനറി എല്ലാം മാറിയില്ലേ. അപ്പോൾ അത് മാറുന്നതനുസരിച്ച് അതിനുള്ള തൊഴിലാളികളും കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് മറ്റേ പഴത്ത ആൾക്കാരെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റില്ല. ഇപ്പോൾ തീപ്പെട്ടിയിൽ പഴത്ത ആളുകളുണ്ട്, കുറച്ച് ആളുകളൊക്കെ ഉപയോഗിക്കുക. പക്ഷെ മുഴുവനായിട്ട് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ വേണമല്ലോ. അപ്പം അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ വെച്ച് പിന്നീട് അവർ പഠിച്ചോളും. അങ്ങനെയാണ്. ഫവാസിലേക്ക് വരുമ്പം ഫവാസ് ചെറുപ്പത്തിലെ ഈ തൊഴിലാളികളൊക്കെ കണ്ടു വളർന്നതായിരിക്കും ഇവിടെ വരികയും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഫവാസ് കമ്പനി തുടങ്ങുമ്പോൾ ഫവാസിൻ്റെ കമ്പനി എത്ര സ്റ്റാഫ് ഉണ്ട്? നിലവിലൊരു 25 പേരുണ്ട്. പ്രത്യേകിച്ചിട്ടും പുതിയ തലമുറയിലുള്ള ആളുകളായിരിക്കും ഫവാസിൻ്റെ സ്റ്റാഫുകളായിട്ട് അധികം ഉണ്ടായിട്ടുണ്ടാവുക. അപ്പം ഫവാസിൻ്റെ ഒരു സ്റ്റാഫിനെ സെലക്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ക്രൈറ്റീരിയ ഉണ്ടോ? എന്തായിരിക്കും ഒരു ഫവാസ് ഒരു തൊഴിലാളിനെ സെലക്ട് ചെയ്യുമ്പോൾ നോക്കുക? നമ്മൾ ഹയർ ചെയ്യുന്ന സമയത്ത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള റോളിലേക്കാണ് ചെയ്യുന്നതെങ്കിൽ ആളുകളുടെ ഇൻറ്റൻഷനാണ് നമ്മൾ മെയിനായിട്ട് നോക്കുക. അതായത് അവരോട് സംസാരിക്കുമ്പോൾ അവരുടെ ആ ഒരു ഇൻറ്റൻഷനും അവരുടെ ആ ഒരു എനർജിയാണ് നമ്മൾ അതിലേക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പം സംസാരിക്കുന്ന സമയത്തുള്ള ഒരു ഫീലിംഗ് അനുസരിച്ചിട്ടാണ് ഞാൻ അധികം ഡിസിഷൻസ് എടുക്കാറുള്ളത്. ചിലത് ശരിയാവും, ചിലത് തെറ്റാവും. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ ചെയ്യാറുള്ളത്. പിന്നെ നമുക്ക് നോർമലി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് പരിചയമുള്ള നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ ബന്ധപ്പെട്ട ആളുകളെ തന്നെ പരമാവധി ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാറുണ്ട്. ടെക്നോളജിക്ക് വലിയ പ്രാധാന്യം VKC നൽകിയിട്ടുണ്ടെന്നാണ് തങ്ങളുടെ പുസ്തകത്തിൽ വിവിധ തരത്തിലുള്ള ചെരുപ്പുകളെയും അതിൻ്റെ നിർമ്മാണ ഘട്ടത്തിനെ പറ്റിയൊക്കെ വിവരിക്കുന്നുണ്ട്. അപ്പം താങ്കളെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു 7ാം ക്ലാസ് വരെയൊക്കെ പ്രാഥമിക വിദ്യാഭ്യാസമാണുള്ളത്. പക്ഷേ താങ്കളുടെ ഇന്ത്യയിൽ തന്നെ വലിയ ടെക്നോളജി മാറ്റങ്ങൾ VKCയിൽ ഉണ്ടായിട്ടുണ്ട്. അതിന് പിന്നിലുള്ള കഥകൾ, ഞാൻ ഒരു ബിസിനസ് ആരംഭിക്കുമ്പോൾ അത്രയും ടെക്നിക്കലി അത്രയും നന്നാവേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ അതിനകത്ത് ഉപയോഗിക്കണം താങ്കൾക്ക് എങ്ങനെയാണ് ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്?
അത് ഞാൻ ആദ്യം തുടങ്ങുന്ന കാലത്ത് തന്നെ എനിക്ക് നമുക്ക് നമുക്ക് ഉണ്ടാവേണ്ട വിവരം നമുക്ക് എന്താണ് നമുക്ക് വിവരം നമ്മളെ വിവരം എത്ര ഉണ്ടെന്നാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. നമ്മളെ വിവരമില്ലായ്മയും തിരിച്ചറിയണമല്ലോ. അത് തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ കാര്യങ്ങൾ ബുദ്ധിമുട്ടും. അപ്പം എനിക്ക് ആദ്യം തന്നെ എൻ്റെ വിവരത്തെ പറ്റിയൊരു ധാരണയുണ്ട്. അപ്പം ഞാൻ അന്ന് തന്നെ നമുക്ക് ആവശ്യമുള്ള വിദഗ്ധന്മാരെ അവരെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. അവരെ അതിനാവശ്യമായിട്ടുള്ള ആൾക്കാരെ. അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ മക്കളൊക്കെ മക്കളൊക്കെ ജോയിൻ്റ് ആയപ്പോൾ അവർ എത്രയോ സമർത്ഥന്മാരായിട്ടാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അവരുടെ ഒരു തൊഴിൽ നമ്മളെ തൊഴിൽ നമ്മളത് ഒക്കെ കളിച്ചു വെച്ചിട്ടുള്ള കഴിവുകൾ അവർ പ്രകടിപ്പിച്ചു. അതാണ് ആ വളർച്ചയ്ക്ക് കാരണം. ഇപ്പോഴും ഈ നമുക്ക് ആവശ്യമുള്ള ടെക്നോളജി വിദഗ്ധന്മാരെ നമ്മൾ പുറത്തുനിന്ന് നമ്മളടുത്തില്ലാത്തത് നമ്മൾ പുറത്തുനിന്ന് ശേഖരിക്കും. അതങ്ങനെ ഇനിയിപ്പോൾ ഞങ്ങൾ മാത്രമല്ല ഏതൊരാൾക്കതേ കഴിയുള്ളൂ. അത് വിജയിക്കണമെങ്കിൽ അത് ഉപയോഗിച്ചേ പറ്റുള്ളൂ. എല്ലാ വിവരവും നമുക്കുണ്ടെന്ന് വെച്ചാൽ അത് കഴിയില്ലല്ലോ. അതുപോലെ താങ്കൾ ഒരു ടെക്നീഷ്യനെ പാർട്ട്ണർഷിപ്പിലേക്ക് പോലും എടുത്തിട്ടുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങളൊന്ന് പറഞ്ഞത് നന്നായി. ടെക്നീഷ്യനെ നമ്മൾ പാർട്ട്ണറായിട്ട് എടുത്തിട്ടുണ്ട്. അതേപോലെ ഇപ്പോഴും അങ്ങനെ എടുത്ത ആൾക്കാർ നമ്മൾ കൂടെ ഉണ്ട്. ഞങ്ങളെ വലിയ അതായത് സാങ്കേതിക വിദഗ്ധന്മാർ മറ്റുള്ള വിദഗ്ധന്മാരായിട്ടുള്ള ആളുകൾ നമ്മൾ സാലറിക്ക് പുറമെ നമ്മളെ ഓഹരി പങ്കാളിത്തം കൂടി കൊടുത്തിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ഈ സാലറി കൊടുത്ത് വെക്കുന്ന ആൾക്കാർ എത്രയായാലും അവരെ സംബന്ധിച്ചിടത്തോളം അവരെ വളർച്ചയുള്ള അവർ ആലോചിച്ച് കൊണ്ടിരിക്കുക. അപ്പോൾ അവർക്ക് വളർച്ചയ്ക്ക് സാധ്യത ഉള്ളപ്പോൾ അവർ അതിന് പോകും. ഇവരെ തന്നെ സാധ്യത ഉള്ളപ്പോൾ ആരും വിട്ടുപോകില്ല. അപ്പോൾ അതായത് നമ്മുടെ കമ്പനിയാണെന്നുള്ളൊരു മൈൻഡും കൂടി അവർക്ക് ഉണ്ടാവും. അത് ഞങ്ങളെ പുരോഗതിക്ക് അതൊരു കാരണമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെ അവർ സ്വന്തം കമ്പനി എന്നുള്ള നിലക്ക് പ്രവർത്തിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഞാനിങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ കോഴിക്കോട് നിന്നാണെന്ന് പറയുമ്പോൾ ഞാൻ പറയില്ല VKC അങ്ങനെ ഒരു കണക്ഷൻ പറയാതെ തന്നെ നിൽക്കുന്ന സമയത്ത് അടുത്തൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ വേറെ ആള് പറഞ്ഞിട്ട് കേട്ടതാണ്. അപ്പൊ ഞാൻ അതില് കേട്ടൊരു പോയിന്റ് ഇതായിരുന്നു. അപ്പൊ അതായത് മാർക്കറ്റിൽ പുതിയതായിട്ട് വരുന്ന ടെക്നോളജി ബാക്കിയുള്ള കമ്പനികൾ അതിനെക്കുറിച്ച് പഠിച്ച് വേണോ വേണ്ടെന്ന് ആലോചിക്കുമ്പോഴേക്കും VKC മാർക്കറ്റിലേക്ക് സാധനം ഇറക്കിയിട്ടുണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ അത്രയും ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് മാർക്കറ്റിലേക്ക് കസ്റ്റമർക്ക് എന്താണോ വേണ്ടത് അത് മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഹാർഡ് വർക്ക് പ്ലസ് ആയിട്ട് നല്ല ആളുകളെ അദ്ദേഹത്തിന് കൂടെ കിട്ടിയതുകൊണ്ടായിരിക്കും അതിൻ്റെ ഒരു വളർച്ച സ്പീഡിയാക്കാൻ പറ്റിയത് തോന്നുന്നു. ഫവാസിലേക്ക് വരുമ്പം ഫവാസിൻ്റെ ബിസിനസ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഉപ്പാപ്പയിലേക്ക് വരുമ്പോൾ ഉപ്പാപ്പ സ്റ്റോറുകൾ തുടങ്ങുന്നു, ബിസിനസ് ആ രൂപത്തിലേക്കാണ്. തീപ്പെട്ടി കമ്പനി തുടങ്ങുന്നു, പിന്നീട് ഹോട്ടൽ തുടങ്ങുന്നു, പിന്നെ ചെരുപ്പിൻ്റെ നിർമ്മാണ കമ്പനി തുടങ്ങുന്നു. ഫവാസ് ബിസിനസ്സിനെ പറ്റി ചിന്തിക്കുന്നത് പഠനകാലത്താണെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഫവാസ് ആദ്യമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കോവിഡ് ടൈമിലൊക്കെയാണ് കുറച്ചും കൂടി സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് തോന്നുന്നു. എന്നാൽ ഫവാസിൻ്റെ ബിസിനസ് കുറച്ചുകൂടി വെബ്സൈറ്റ് വഴിയാണ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയാണ്. ഉപ്പാപ്പ ഡയറക്റ്റ് ടു കസ്റ്റമറിലേക്കാണെങ്കിൽ നിങ്ങൾ വെബ്സൈറ്റ് വഴിയാണ് കസ്റ്റമറിലേക്ക് സാധനം എത്തിക്കുന്നത്, പ്രത്യേകിച്ച് കോവിഡ് സമയത്ത്. ആ ഒരു പ്രോസസ്സിംഗ് ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. ഓക്കെ, നമ്മൾ 2020 ഫസ്റ്റ് ആയിട്ട് പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ഷോപ്പുകളിൽ തന്നെയാണ് നമ്മൾ തുടങ്ങിയത്. കോഴിക്കോടുള്ള കുറച്ച് ഷോപ്പുകളിൽ കൊടുത്തു തുടങ്ങി. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെ ഒരു നാച്ചർ അനുസരിച്ചിട്ട് അതിന് കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നത് നാട്ടിൽ വിട്ടു നിൽക്കുന്ന ആൾക്കാരായിരുന്നു, പുറത്തുള്ള ആൾക്കാരായിരുന്നു കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്ത സമയത്ത് പല ആളുകളും മെസ്സേജ് അയക്കാൻ തുടങ്ങി, ഇന്ന സ്ഥലത്തേക്ക് എത്താൻ എന്തെങ്കിലും വഴിയുണ്ടോ, ഇന്ന സ്ഥലത്ത് അവൈലബിൾ ആണോ. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലായി, ഓക്കെ ഇതെല്ലാം ഈ ഒരു മാർക്കറ്റിനേക്കാളും പൊട്ടൻഷ്യലുള്ള മാർക്കറ്റ് പുറത്തുള്ള മാർക്കറ്റാണ്. അപ്പം അങ്ങനെയാണ് നമ്മൾ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുന്നതും ലോഞ്ച് ചെയ്യുന്നതും. അപ്പം ആ പ്രൊഡക്റ്റിൻ്റെ ഒരു നാച്ചറും പിന്നെ അതിൻ്റെ ഒരു കസ്റ്റമർ പ്രസൻസ് ഇങ്ങനെ വൈഡായി നിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ വെബ്സൈറ്റിലേക്ക് ഇറങ്ങി അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. അപ്പോൾ അതാണ് ഒരു പ്രോസസ്സ്. അപ്പോൾ ഓരോ പ്രൊഡക്റ്റിനും അതിൻ്റെ ഒരു നാച്ചർ അനുസരിച്ചിട്ടാണ് അതിന് നമ്മൾ തീരുമാനിക്കേണ്ടതെന്ന് എൻ്റെ ഒരു ഒപ്പീനിയൻ. പക്ഷേ സെയിം ടൈം ഇതേ ബിസിനസ് വെബ്സൈറ്റിൽ തന്നെ ചെയ്തിട്ട് ഞാനൊരു പോയിന്റ് ഓഫ് ടൈമിൽ പിന്നെ നിർത്തി. ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ പ്രൊഡക്ട്സ് നമുക്ക് ഫുഡ് പ്രൊഡക്ട്സ് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു നിശ്ചിത എമൗണ്ട് ഉണ്ട്. അപ്പോൾ ആ എമൗണ്ടും വെബ്സൈറ്റിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്ന കുറച്ച് എക്സ്പെൻസ്, കൊറിയർ ചെയ്യാനുള്ള എക്സ്പെൻസ്, പാക്കിംഗ് എക്സ്പെൻസ്, പിന്നെ കസ്റ്റമർ ഓർഡർ കിട്ടാനുള്ള ഒരു കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് എന്നൊരു എക്സ്പെൻസ് വരും. ഈ എക്സ്പെൻസ് എല്ലാം കൂടി കഴിഞ്ഞിട്ട് ഇത് ലാഭത്തിലാവാൻ കുറച്ച് പ്രയാസമാണ്. അപ്പം ആ ഒരു സിറ്റുവേഷൻ വന്നപ്പം പിന്നെ ഞാനത് വെബ്സൈറ്റിൽ നിർത്തിയിട്ട് പിന്നെ പ്രൊഡക്റ്റ് മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഒരു കാര്യത്തിലേ ഇവർക്ക് ഫവാസിനൊക്കെ കിട്ടിയ സൗകര്യം എനിക്ക് കിട്ടിയില്ല. ഫവാസ് നേരത്തെ തന്നെ അതിന് തയ്യാറാവാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഞാനതല്ലല്ലോ. ഞാൻ നമ്മൾ തൊഴിലാളിയായി തുടങ്ങിയല്ലോ. സീറോന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്.
അപ്പോൾ ഞങ്ങൾ തമ്മിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാക്കി തുടങ്ങുന്നതായിട്ട്. സപ്പോർട്ടിംഗ് സിസ്റ്റം സ്വന്തം തന്നെ തീരുമാനിക്കണം, സ്വന്തം തന്നെ പൈസ ഇറക്കണം. അത് ഇവന് സപ്പോർട്ട് മാത്രമല്ല, കണ്ടുപിടിക്കാനുള്ള അവസരം ഒക്കെ ഉണ്ടല്ലോ. PKC ആരംഭിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു വളരെ പ്രാധാന്യപ്പെട്ട കാര്യം അതിൻ്റെ പ്രൈസാണ്. വളരെ കുറഞ്ഞ പ്രൈസിലാണ് PKC ബ്രാൻഡ് ആരംഭിക്കുന്നത്. അത് പ്രത്യേകിച്ച് താങ്കളൊരു പൊളിറ്റിക്കൽ ലീഡറാണ്, അല്ലെ തൊഴിലാളി നേതാവായിട്ട് അങ്ങനെ വന്ന ഒരാളാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റിയ രൂപത്തിലുള്ള ചെരുപ്പാവണം ഞാൻ വിൽക്കേണ്ടത്, അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ? കാരണം നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ, ഞാനൊക്കെ ഡൽഹി പഠിക്കുന്ന സമയത്തൊക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയാൽ അധികം ആളുകളുടെ കാലിൽ നമ്മൾ കാണാം PKCൻ്റെ ചെരുപ്പായിരിക്കും. ആ സമയത്ത് നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും, നമ്മുടെ നാട്ടിലൊരു സംരംഭകൻ്റെ പ്രൊഡക്റ്റ് ഈ നോർത്ത് ഇന്ത്യയിലടക്കം വാങ്ങുന്നുണ്ടല്ലോ എന്നുള്ളത്. അപ്പം അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ? അത് അത് ഒരു ഭാഗം ശരിയാണ്. പക്ഷെ നമ്മളന്ന് ഈ ഹവായി ചെരുപ്പാണ് നമ്മൾ ആരംഭിക്കുന്നത്. ഞങ്ങൾ PKC ആരംഭിക്കുന്ന ഹവായി ചെരുപ്പ് അന്ന് വലിയ കമ്പനികൾ വർക്ക് ചെയ്യുന്നുണ്ട്, ഫേമസ് ആയിട്ടുള്ള കമ്പനികളുണ്ട്. അപ്പോൾ അവരെടുത്ത് നമുക്ക് നമ്മളത്ര ചെറുതായിട്ടല്ല തുടങ്ങുന്നത്. അപ്പം അവരോട് മാർക്കറ്റിൽ അവരുമായിട്ടൊരു മത്സരിക്കാനോ കുച്ചി പിടിക്കാനോ പറ്റുന്ന ശേഷിയില്ല നമുക്ക്. അപ്പം അവരെ കോപ്പി അടിച്ചാലൊന്നും തീരെ മുന്നോട്ട് പോകില്ല. പക്ഷെ നമുക്കിപ്പോൾ അതിനെ അപ്പുറത്തേക്ക് പോകാൻ എന്ത് കഴിയും എന്നാലോചിച്ചിട്ട് നമ്മളൊരു വേറൊരു സെക്ടർ തിരഞ്ഞെടുത്ത് അതിൻ്റെ വൈകല്യം എൻ്റെ പേരിലുള്ള അതിനെന്താണ് വൈകല്യം ഉള്ളത്, അതാരാ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതിപ്പോൾ വണ്ടി പൊട്ടുക, വണ്ടി ഊതിപ്പോരുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു കുഴപ്പമുണ്ടല്ലോ ചെരുപ്പിന്. അപ്പോൾ അതില്ലാത്തൊരു ചെരുപ്പ് ഇറക്കാൻ തീരുമാനിക്കുക നമ്മൾ. അങ്ങനെ അതില്ലാത്തൊരു ചെരുപ്പ് ഇറക്കാം. അപ്പോൾ അതിറക്കി. അതാണ് നമ്മളെ വളർച്ചൻ്റെ ഏറ്റവും വലിയ ഒരു അടിത്തറ അതാണ്. കാരണം അവർ വേറൊരു ആളുകൾ ഉപയോഗിച്ചാൽ ഉപയോഗിക്കുന്ന ആളുകൾ അധികം തൊഴിലാളികളാണ്. കാരണം വില കുറഞ്ഞ ചെരുപ്പാണ്, ഈ ഒരു സിംഗിൾ കളറാണ്, തേഞ്ഞ് പോയിട്ട് അവിടെ വെള്ളം പോയിട്ട് പിന്നെ അവിടെ വേറെ കളറൊന്നും വരില്ല. അങ്ങനെ ഒരു പ്രത്യേകത ഒക്കെ ഉണ്ട്. അപ്പം വളരെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ് ഉപയോഗിക്കാൻ പുറപ്പെട്ടത്. അപ്പോൾ അവർ 2 3 ഉപയോഗിക്കുന്ന സ്ഥാനത്ത് ഒന്നുകൊണ്ട് തന്നെ മതിയാവുന്ന സ്ഥിതി വന്നപ്പോൾ അവർക്ക് ഭയങ്കര ആകർഷകമായി. അവരായിരുന്നു ഞങ്ങളെ പരസ്യക്കാരൊക്കെ. അവർ പറയാണ് ഇങ്ങനെ പ്രത്യേകത ഉണ്ട്, എത്ര കാലം നിൽക്കും, ഇത്ര വിലയുള്ളൂ എന്നൊക്കെ അവർ പറയായിരുന്നു. പിന്നെ അതിനകത്ത് ഒരു പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ ഒരു പുതിയ ചെരുപ്പ് വാങ്ങണമെങ്കിൽ പഴയത് കളഞ്ഞിട്ട് വേണമല്ലോ. അപ്പോൾ കുറേ കാലം ഈട് നിൽക്കുമ്പോൾ അത് ബിസിനസ്സിനെ ചിലപ്പോൾ ബാധിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മളൊരു തെറ്റായുള്ള ചിന്തയാണ്. കാരണം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ആവശ്യമുള്ള ചെരുപ്പിൻ്റെ ഒരു ചെറിയ ശതമാനം നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ നമ്മളിതിനെ പറ്റി മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിവിടുത്തെ ആളുകൾക്ക് ഇപ്പോൾ കേരളത്തിലാണ് നമ്മൾ ഡൽഹി, ബാംഗ്ലൂർ ഇതൊക്കെ ഒഴിച്ചാൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന സ്ഥലം ഇപ്പോൾ കേരളമാണ്. അത് നമ്മളെ ഫറോക്ക് മേഖലയെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. അത് നമുക്ക് ഒരുപാട് ഇപ്പോഴും നമുക്ക് ഇന്ത്യയിലേക്ക് ആവശ്യമുള്ള മുഴുവൻ ചെരുപ്പ് ഇവിടെ നിർമ്മിക്കുന്നില്ല. അപ്പം അത് നമുക്ക് ഈ ആളുകളെ താല്പര്യത്തിനനുസരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ ധാരാളം എത്രയോ സാധ്യതകൾ ബാക്കി കിടക്കുക. ഇങ്ങനൊരു ചോദ്യം ഞങ്ങൾ ഇവിടെ വേറെ മറ്റ് കമ്പനികളൊക്കെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ആൾക്കാർ ചോദിച്ചിരുന്നു. ഞങ്ങൾ വളർച്ചയുടെ കൂടെ പിന്നീട് ഇവിടെ ആളുകൾക്ക് വരാനും വളരാനും കമ്പനി പറ്റി പഠിപ്പിക്കാനും ഒക്കെ പറ്റുന്ന കുറേ സാധ്യതകൾ ഞങ്ങൾ പ്ലാൻ ചെയ്തത്, എക്സിബിഷൻ മറ്റുള്ള കുറേ കാര്യങ്ങളൊക്കെ. അപ്പോൾ അന്ന് ആളുകൾ ഈ ചോദ്യം ചോദിച്ചിരുന്നു, എല്ലാം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തന്നെ പാരയാവുന്നേ എന്ന് ചോദിച്ചിരുന്നു. പക്ഷെ നമുക്കതൊരു പാരയായിട്ടില്ല, അവിടെ കാര്യമില്ല. ഓരോരുത്തരുടെ സ്ഥാപനത്തിന് ഒരുപാട് കമ്പനി ഇപ്പോൾ അന്ന് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ 140 150 കമ്പനി ഉണ്ട് ഇപ്പോൾ പ്രൊഡക്ഷൻ യൂണിറ്റ്. കാരണം ഇപ്പോൾ ടൂത്ത് പേസ്റ്റിലൊക്കെ ഈ ഹോൾസ് ചെറുതാക്കുന്നറിയാം, വേഗം ഒഴിവാക്കിയിട്ട് വീണ്ടും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ടെക്നിക്സ് ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ക്രീമിലൊക്കെ അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പം കോഴിക്കോട് ഫവാസിൻ്റെ അടുത്താണ് ഒരു 10 വർഷത്തിന് മുന്നേ ഒരു 50 രൂപക്ക് ചായ മേടിക്കുക. ചായക്ക് 50 രൂപ എന്ന് പറയുമ്പോൾ ഭയങ്കര പ്രോബ്ലം ആയിരുന്നു. കോഴിക്കോട്ടുകാർ 50 രൂപ ഒരു ചായക്ക് എന്ന് ചിന്തിച്ചിരുന്നു. ഇന്ന് കോഴിക്കോട് കഫേകൾ വളരെ വളർന്നു. ഇപ്പോൾ ഒരു 2-3 വർഷത്തിനുള്ളിൽ കഫേകൾ വളരുന്നു. ആളുകൾ 50 അല്ല 150 രൂപ കൊടുത്തിട്ടും 200 രൂപ കൊടുത്തിട്ടൊക്കെ ചായ കുടിക്കാൻ തുടങ്ങി. അതുപോലെ ഫുഡിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതൽ, അല്ലെങ്കിൽ അതൊന്നും പ്രോബ്ലം അല്ലാത്ത രൂപത്തിൽ കഫേകൾ ആളുകൾ കുറേ നേരം ഇരിക്കാൻ ആണ് കഫേകളിലൊക്കെ ആഗ്രഹിക്കുന്നത്. ഫവാസ് ബിസിനസ് തുടങ്ങുമ്പം റേറ്റ് എങ്ങനെയായിരുന്നു
എങ്ങനെയായിരുന്നു ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്? കാരണം ഫവാസിന്റെ ചോക്ലേറ്റിന്റെ റേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എലൈറ്റ് ആയിട്ടുള്ള ആളുകൾക്കായിരിക്കും കുറച്ചും കൂടി ചിലപ്പോൾ ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളതൊക്കെ ഉണ്ട്. അപ്പം വില നിർണ്ണയിക്കുന്ന സമയത്ത് എങ്ങനെയായിരുന്നു ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്? നമ്മൾ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത് ഉണ്ടാക്കാനുള്ള ഒരു വില, അതിൻ്റെ ബന്ധപ്പെട്ട പാക്കേജിങ്, ബാക്കിയുള്ള കോസ്റ്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റിൽ ബാക്കിയുള്ള ആൾക്കാർ ചെയ്യുന്ന ഒരു വിലനായിട്ട് താരതമ്യപ്പെടുത്തി കസ്റ്റമർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസ് ഫിക്സ് ചെയ്യലാണ്. ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചിട്ട് നമ്മൾ ഒരു 30% കോസ്റ്റ് നിൽക്കണം എന്നുള്ളതാണ് ശ്രദ്ധിക്കാറുള്ളത്. 30-35% ഫുഡ് കോസ്റ്റ് നിർത്തണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യാറുള്ളത്. പിന്നുള്ളൊരു അഡ്വാൻറ്റേജ് മാർക്കറ്റിന് വന്നൊരു മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളുകൾ ഇപ്പം കുറച്ചും കൂടിയും ഒരു ലക്ഷറീസ് ആയിട്ട് ഫുഡിന്റെ കാര്യത്തിൽ സ്പെൻഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പുറത്തുള്ള ആൾക്കാർ കഴിക്കുന്ന അതേ ഭക്ഷണം എനിക്കും കഴിക്കണം എന്നുള്ള ആഗ്രഹം, പിന്നെ അതുപോലെ തന്നെ ഗിഫ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ല സാധനവും ഗിഫ്റ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹം. അപ്പം പണ്ടുള്ള ആളുകൾ അവരുടെ ദൈനംദിന കാര്യങ്ങളിലും ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് അതാണ്. അപ്പം ഇവരുടെയൊക്കെ ജനറേഷൻ ഉണ്ടായിരുന്നത് അവരൊരു ഒരു സീറോന്ന് ഉയർത്തി നിൽക്കുന്ന ഒരു ജനറേഷൻ ആയിരുന്നു. അവരില്ലായ്മയിൽ നിന്ന് അടുത്തൊരു ജനറേഷന് വേണ്ടി ഉണ്ടാക്കാനുള്ള ഒരു പണിയിലായിരുന്നു. നമ്മളുള്ളത് ഇപ്പോൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ജനറേഷനാണ്. ഇപ്പം ഞാൻ അടക്കമുള്ള ആൾക്കാരും നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ബിഹേവിയർ ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ആ മാർക്കറ്റിൽ വന്നിട്ടുള്ളൊരു മാറ്റം നമുക്കിവിടെ ഹെൽപ്പ് ചെയ്തു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൊഡക്റ്റ് കോസ്റ്റ് നമ്മളൊരു 35% താഴത്തേക്ക് വെക്കും. ബാക്കിയുള്ള കോസ്റ്റുകൾ അതിലേക്ക് നമ്മൾ ആഡ് ഓൺ ചെയ്യും. മീൻസ് ബാക്കിയുള്ള മാർജിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഡിസ്ട്രിബ്യൂട്ടർ മാർജിനും റീറ്റെയിലർ മാർജിനൊക്കെ അതിലേക്ക് വെക്കും. പിന്നെ എന്തായാലും ഒരു നിശ്ചിത വില കസ്റ്റമർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വില ഉണ്ടാവും. നമ്മൾ അധികം പ്രൈസ് ഇടാനും പറ്റൂല. അപ്പോൾ ആ ഒരു പ്രൈസിനനുസരിച്ചിട്ടായിരിക്കും വില ഫിക്സ് ചെയ്യുന്നത്. പ്രത്യേകിച്ചിട്ട് ഞാനത് ചോദിക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, VKC ഹോട്ടൽ ബിസിനസ് ചെയ്യുന്ന സമയത്ത് തന്നെ വളരെ നല്ല ക്വാളിറ്റിയുള്ള ഫുഡ് കൊടുത്ത് സാധാരണക്കാർക്ക് വന്ന് കഴിക്കാൻ പറ്റിയ രൂപത്തിലായിരുന്നു ഹോട്ടൽ ഉണ്ടായിരുന്നതെന്ന് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ പിന്നെ ഈ സിഗരറ്റ് അവിടെ വിൽക്കുന്നത്, ഈ പൂഴ്ത്തി വെക്കുന്ന ആളുകൾ ഒരു വലിയ റേറ്റിന് സിഗരറ്റ് വിൽക്കുമ്പോൾ സാധാരണക്കാർക്ക് സിഗരറ്റ് വലിക്കണം, അങ്ങനെ ചിന്തിക്കുന്ന ഒരാളുടെ ഒരു പേരക്കുട്ടി എന്ന നിലയിലാണ്. അപ്പം ആ ടൈമിൽ ഇപ്പാപ്പൻ്റെ അടുത്തൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ റേറ്റ് ഒക്കെ തീരുമാനിക്കുന്ന സമയത്തൊക്കെ? ഫസ്റ്റ് തുടങ്ങുന്ന സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് പ്രൈസ് ഫിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ എന്നെ പറഞ്ഞതാണ്, നമുക്ക് പ്രൊഡക്റ്റ് ഉണ്ടാക്കാനുള്ള കോസ്റ്റും ആവശ്യത്തിനുള്ള ലാഭം എടുത്തിട്ട് നമ്മളൊരു പ്രൈസ് വെക്കാം. പിന്നെ ഞാൻ ഈ പ്രൊഡക്റ്റിലേക്ക് എത്തിയതിന്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കല്ലുമ്മക്കായ നിറച്ചത് ഞാൻ ലോഞ്ച് ചെയ്തു. ഏകദേശം ഒരു 3-3.5 വർഷം നമ്മളത് ചെയ്തു. പല രീതിയിൽ നമ്മൾ എക്സ്പോർട്ടിങ്ങിന്റെ കാര്യത്തിലും നാട്ടിലും പിന്നെ വെബ്സൈറ്റിലൊക്കെ ആയിട്ട് സെയിൽസ് നടത്തി. പക്ഷെ അത് വിചാരിച്ച പോലെ വളർന്നിട്ടുണ്ടായിരുന്നില്ല. അത് നടത്തിക്കൊണ്ടുപോകാൻ ഭയങ്കര പ്രയാസമായിരുന്നു. ഒരു സ്റ്റേജ് എത്തിയ സമയത്ത് അത് ഞാൻ നിർത്താൻ തീരുമാനിക്കായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ നോക്കി എനിക്ക് ഏതൊക്കെ ഏരിയയിലാണ് സ്ട്രെങ്ത് ഉള്ളത്, നമ്മുടെ ബ്രാൻഡിന് ഏതൊക്കെ ഏരിയയിലാണ് പിടിച്ചു നിൽക്കാൻ പറ്റുക. അപ്പോൾ നോക്കിയപ്പോൾ വെബ്സൈറ്റിലാണ് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. അപ്പോൾ ആ സമയത്താണ് ഈ പിസ്താഷിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്ലേവറിന്റെ ഒരു എമേർജിങ് ടൈമായിരുന്നു. ദുബായിലൊരു ചോക്ലേറ്റ് ഇറങ്ങി, അത് നന്നായിട്ട് വൈറലായി. അപ്പോൾ നാട്ടിൽ അതിന്റെ ഒരു ഗ്യാപ്പ് കണ്ടു. നമുക്കാണെങ്കിൽ വെബ്സൈറ്റിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി, വെബ്സൈറ്റിൽ നമുക്ക് ഒരു സ്ട്രെങ്ത് ഉണ്ടായിരുന്നു. അത് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക്ഔട്ട് ആക്കി എടുക്കാൻ പറ്റുന്നുള്ളൊരു കോൺഫിഡൻസ് വന്നു. അങ്ങനെയായിരുന്നു ആ ചോക്ലേറ്റ് ചൂസ് ചെയ്തിട്ട് നമ്മൾ കംപ്ലീറ്റ്ലി ഇതിലേക്ക് മാറിയത്. സ്വാഭാവികമായിട്ട് ആ ചോക്ലേറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസിന്റെ കോസ്റ്റും പിന്നെ അതിന്റെ ഉണ്ടാക്കുന്ന മെത്തേഡൊക്കെ അത്യാവശ്യം എക്സ്പെൻസീവ് ആയതുകൊണ്ട് ആ ചോക്ലേറ്റിന് ഏകദേശം 1000 റുപ്പീസ് എന്നുള്ള റേഞ്ചിലേക്ക് പോവായിരുന്നു ചെയ്തത്. സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുകയാണെങ്കിൽ, സാധാരണ ആളുകൾ പ്രത്യേകിച്ചിട്ട് വലിയ കമ്പനികൾ സ്ത്രീകളെ കമ്പനിയിലേക്ക് ഹയർ ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ വേതനം നൽകിയാൽ മതി എന്നായിരിക്കും അധികം ആൾക്കാർ ചിന്തിക്കാം. മാക്സിമം സ്ട്രീറ്റിലൊക്കെ ആളുകളെ ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെയായിരുന്നു. പക്ഷേ VKCയിലേക്ക് വരുമ്പോൾ VKC ഈ നാട്ടിലെ ഏറ്റവും താഴെത്തട്ടിൽ നിൽക്കുന്ന സ്ത്രീകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന സ്ത്രീകളുണ്ടെങ്കിൽ അവരെ വളർച്ചയിലേക്ക് എത്തിക്കണം എന്നും കൂടി ചിന്തിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കൂടാതെ കുടുംബശ്രീയോ ഏകദേശം 1800ഓളം സ്ത്രീകൾക്ക് ഇപ്പോൾ തന്നെ അവരായിട്ട് കൊളാബ് ചെയ്തുകൊണ്ട് VKC ചെയ്യുന്നുണ്ട് എന്ന് ചിന്തിക്കും. അങ്ങനെ ഒരു ലീഡർ ആയതുകൊണ്ട്, കമ്മ്യൂണിസ്റ്റ് ലീഡർ ആയതുകൊണ്ടാണോ സ്ത്രീകളും കൂടി ഇതിനകത്ത് വലിയ രീതിയിൽ പങ്കാളികളാവണമെന്ന് ചിന്തിച്ചത്? അല്ല, അത് നമ്മൾ വളർന്നു വന്ന ഒരു കമ്മ്യൂണിസ്റ്റാണ്. ഞാൻ കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ടാണ് നല്ലത്. അതനുസരിച്ച് നമ്മളൊരു മര്യാദ നമുക്ക് ഇവിടെ മറ്റാളുകളൊന്നും ഈ തൊഴിലെടുക്കുന്ന പുറത്തുനിന്നുള്ളേ. അപ്പം നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് എടുക്കാൻ പറ്റുന്ന തൊഴിലാണ്. പക്ഷെ അവർക്ക് എടുക്കാൻ പറ്റുന്നില്ല, അവർക്ക് ശീലമില്ല. അപ്പോൾ അവരെ ശീലിപ്പിക്കാൻ വേണ്ടി ഞങ്ങളൊരു പരിപാടി തയ്യാറാക്കി കുടുംബശ്രീയുമായിട്ട് ചേർന്നു. അങ്ങനെയാണ് നമ്മളിങ്ങനെ 1700 ആളുകൾക്ക് പരിശീലനം കൊടുക്കാനും, അത് ധാരാളം ആൾക്കാർ അത് ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. ചില ആളുകൾ വിട്ടുപോയി, എന്നാലും അതൊരു വലിയ മാറ്റത്തിന് കാരണമായി സ്ത്രീകൾക്ക് ജോലിയുടെ കാര്യത്തിൽ. അപ്പം പിന്നെ അതേപോലെ നമ്മളിപ്പോൾ സ്ത്രീകൾക്ക് പിന്നെ പഴയ പോലെ
ചെറിയ കൂലിയും മറ്റൊരു സാധാരണ കൂലി അങ്ങനെ അതൊന്നും ഇപ്പം നടക്കില്ല. ഇപ്പോൾ ആളുകൾക്കൊക്കെ അത്യാവശ്യം ഒന്നാമത് നിയമം അനുവദിക്കുന്നില്ല മാറ്റി കൊടുക്കാൻ. പിന്നെ ഈ ആളുകളാണെങ്കിൽ അതിനെപ്പറ്റിയൊക്കെ ബോധമുണ്ട്. അപ്പം അതുകൊണ്ട് പിന്നെ നമ്മളിതെല്ലാം അറിയുന്ന നമ്മൾ പിന്നെ മറ്റേ പണിക്ക് പോകണ്ടല്ലോ, അത് തന്നെ കൊടുത്തേക്കാൻ മതിയല്ലോ. അപ്പം അത് മറ്റാളുകൾക്ക് കൂടി പ്രേരണയാവും അങ്ങനെ ചെയ്യാനും, ഇത് ഇങ്ങനെ കൊടുക്കാനും ഒക്കെ ആയിട്ട് പ്രേരണ ഉണ്ടാവില്ല. നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ അതും കൂടി ആളുകൾ കാണുമല്ലോ. അപ്പം പിന്നീട് കുറച്ച് കൊടുക്കാൻ അവർക്ക് കഴിയുമല്ലോ. അപ്പം അതും കൂടി ഒരു വെച്ചുകൊണ്ടാണ്. ഫവാസിലേക്ക് വരുമ്പോൾ ഈ സെയിം ചോദ്യം തന്നെയാണ്. ഫവാസ് ജെൻഡർ പുതിയ കാലത്ത് പിന്നെ ഒരു സ്ഥാപനത്തിലേക്ക് നോക്കുമ്പോൾ ജെൻഡർ കാര്യമാക്കി എടുക്കുന്ന കാര്യമുണ്ട്. കാരണം ഇന്നത്തെ കാലത്ത് ഇപ്പോൾ സ്ത്രീകളെ എടുക്കുകയാണെങ്കിൽ ഒരുപാട് അവർക്ക് അവരുടേതായ അവധിയും കാര്യങ്ങളൊക്കെ നൽകേണ്ടി വരും. ചില ആൾക്കാർ പറയാ രാത്രി അവർക്ക് ജോലി ചെയ്യാൻ സാധിക്കൂല. അപ്പം ഇങ്ങനെ ഈ പുതിയ തലമുറയിലുള്ള ആളുകൾ തൊഴിലെടുക്കുന്ന സമയത്ത് ജെൻഡർ നോക്കാറുണ്ടോ? നമ്മൾ ഓരോ റോളിനും അനുസരിച്ചിട്ടാണ്. ഇപ്പം നമുക്ക് ആവശ്യമുള്ള ഒരു റോളിന് വേണ്ടിയിട്ടുള്ള അവരുടെ ആ ജോബ് ഒബ്ജക്റ്റീവ് എന്താണോ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ റോൾ എടുക്കാറുള്ളത്. അപ്പൊ അതില് ഞാൻ അങ്ങനെ ഒരു 25 ആൾക്കാരല്ല ആയിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു സ്ട്രിക്റ്റ് ഇത് വെച്ചിട്ടില്ല. പിന്നെ വേറെ ഞാൻ ശ്രദ്ധിച്ചത് നമ്മുടെ നാട്ടില് ഇപ്പം ഈ ജസ്റ്റ് കോളേജ് കഴിഞ്ഞിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള സ്റ്റുഡൻസിൽ ഈ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് കൊടുക്കുമ്പോൾ അവർക്ക് കുറച്ചും കൂടി മാർക്കറ്റിംഗ് ഏരിയയിലേക്ക് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി അഗ്രസീവായിട്ട് അവർ വർക്ക് ചെയ്യുന്ന ഒരു ഇത് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനത്തെ അവരുടെ സ്ട്രെങ്ത് ഏതാണെന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യാം. അങ്ങനെയുള്ള ആളുകളേക്കും കുറച്ചും കൂടി പ്രിഫറൻസ് ഒക്കെ നൽകാം. അങ്ങനത്തെ റോളുകളിലേക്ക് വരുമ്പോൾ അങ്ങനത്തെ ആൾക്കാരെ പ്രിഫർ ചെയ്യും. പിന്നെ VKC കോഴിക്കോട് തുടങ്ങുന്നു, പിന്നീട് തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും ശ്രീലങ്കയിലേക്കൊക്കെ മാറുന്നു. അതിന്റെ പിന്നിലുള്ള ഒരു കാര്യം താങ്കൾ പറയുന്നത് പിന്നെ അവിടെ കസ്റ്റമേഴ്സ് വർദ്ധിക്കുന്നു, അതുകൊണ്ട് അവിടെ തന്നെ നിർമ്മിക്കാം എന്നുള്ളൊരു ചിന്ത വരുന്നുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലൊരു ബിസിനസ് ആരംഭിക്കുന്നു, അത് പിന്നീട് നമ്മുടെ നാടല്ലാതെ മറ്റൊരു സ്റ്റേറ്റിലേക്കും മറ്റൊരു രാജ്യത്തേക്കും മാറാണ്. അതിൻ്റെ ഒരു പോസിറ്റീവും താങ്കൾ കണ്ട നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞാൽ നന്നായിരുന്നു. നമ്മളെ പ്രോഡക്റ്റ് ഞങ്ങൾ കേരളത്തിൽ തന്നെ പല കോഴിക്കോട്, മലപ്പുറം, വയനാട്, ആലപ്പുഴ, ഇങ്ങനെ പല ഭാഗത്തുണ്ട്. ഇവിടുന്ന് വേണോ നമ്മൾ മറ്റു സ്ഥലത്തേക്ക് അയക്കാൻ. അപ്പം മറ്റേ ഇത് ബൾക്കാണല്ലോ. എപ്പോഴും ബൾക്കായതുകൊണ്ട് ഈ ട്രാൻസ്പോർട്ടിങ്ങിന് വലിയൊരു ചാർജ് വരും ഈ സാധനം അയക്കുമ്പോൾ. അപ്പോൾ ഈ ട്രാൻസ്പോർട്ടിങ് ചാർജ് കുറച്ചാൽ ചെരുപ്പിന് വില കുറക്കാൻ പറ്റും, അല്ലെങ്കിൽ ആദായം കൂട്ടിയെടുക്കാൻ പറ്റും. ഇത് നമുക്ക് ഈ ഒരേ വിലക്കേ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ട്രാൻസ്പോർട്ടിങ് ചാർജ് കൂടാകുമ്പം അതിൻ്റെ അതിൽ ഈ ലാഭത്തിൻ്റെ അംശം വിഹിതം സ്വാഭാവികമായിട്ടും കുറഞ്ഞു പോകും. അപ്പോൾ അത് ലെവലാക്കണമെങ്കിൽ അതിന് പറ്റുന്ന ഒരു കാര്യം ചെയ്യാറില്ല. ഇപ്പോൾ യൂറോപ്പിൽ നിന്നൊക്കെ ആളുകൾ ചൈനയിലേക്കും ഇന്ത്യയിലേക്കും വന്ന് പ്രൊഡക്ഷൻ നടത്തുന്നതുകൊണ്ടാണ്. ഈ കാരണം കൊണ്ടായിരിക്കും ചിലവ് അവിടെ കോസ്റ്റ് കൂടുതലാണ്. അപ്പോൾ അത് അവിടുന്ന് പിന്നെ ഇവിടെ കൊണ്ടുവന്ന് ഈ വിലക്ക് വെക്കാൻ കഴിയില്ല. അവരുടെ നാട്ടിൽ വെക്കാം, നമ്മുടെ നാട്ടിലേക്ക് വരുമ്പം മത്സരം വരുമല്ലോ. അതേപോലെ നമുക്ക് അവിടെ അവിടെ ഉൽപ്പാദനം ഉണ്ടാക്കുന്ന ആളുകൾ കൊടുക്കുന്നതനുസരിച്ച് കൊടുക്കണമെങ്കിൽ നമ്മൾ അവിടെ തന്നെ ഉണ്ടാക്കണം. അതുകൊണ്ടാണത്. അതുകൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട്? പ്രത്യേകിച്ചും താങ്കൾ ബംഗ്ലാദേശിലും ശ്രീലങ്കയിലൊക്കെ നൽകുന്നുണ്ട്. അവിടുത്തെ പൊളിറ്റിക്കൽ പ്രശ്നം ഇപ്പം നിലവിൽ ബംഗ്ലാദേശിലും ശ്രീലങ്കയിലൊക്കെ വലിയ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ബിസിനസ്സിനെ ബാധിച്ചിരുന്നു. ശ്രീലങ്കയിൽ പ്രശ്നം ഉണ്ടായിരുന്നു, ബാധിച്ചിരുന്നു. അവിടെ നമുക്ക് അവിടുത്തെ ഈ പണത്തിൻ്റെ വാല്യൂ ഒക്കെ കുറഞ്ഞല്ലോ. അപ്പോൾ കുറഞ്ഞപ്പോഴൊക്കെ നമുക്ക് നല്ല ലോസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് അവിടെ സ്വാഭാവികമായിട്ടുള്ള ഒന്നാണ്. പിന്നെ അതേമാതിരി ഇവിടെ ആഫ്രിക്കൻ്റെ യൂണിയൻ്റെ ആകെ തകർന്നു പോയി അവിടുത്തെ പ്രശ്നം കാരണം. അതൊക്കെ സംഭവിക്കും ചിലപ്പോൾ. അതൊന്നും ഇപ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അവർ നാട്ടിലാകെ വലിയ കലാപം ഉണ്ടാകുമ്പോൾ നമ്മളൊരു ചെറിയ അല്ല അവരുടെ ഇപ്പൊ ആ നാട്ടുകാരെങ്ങനെയായിരിക്കും നമ്മുടെ പുറത്തുനിന്നൊരു കമ്പനി വരുമ്പോൾ സ്വീകരിക്കുക എന്നുള്ളത്? അങ്ങനെ ഒരു ബുദ്ധിമുട്ട് കണ്ടില്ല. സ്റ്റാഫൊക്കെ അവിടുത്തെ ആളുകൾ തന്നെയാണ് ആക്കാറുള്ളത്. കുറേ ആളുകൾ മിക്കവാറും സ്റ്റാഫൊക്കെ നമ്മളെ മലയാളികളിൽ നിന്നല്ല എടുത്ത് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ആ സമയത്ത് ലേബർ ഇവിടെ വരെ ഉപയോഗിക്കുന്നത് മറ്റ് സംസ്ഥാനക്കാരാണ്. കാരണം ഇവിടെ അത്ര കിട്ടാനില്ല നമ്മുടെ നാട്ടിൽ. പക്ഷേ ഈ ക്വാളിഫൈഡ് സ്റ്റാഫ് ഏറ്റവും ചിലവ് കുറച്ച് കിട്ടുക നമുക്ക് കേരളത്തിലാണ്. നല്ല ക്വാളിറ്റിയുള്ള ആൾക്കാരെ കിട്ടുക. അപ്പോൾ അത് നമ്മൾ മിക്കവാറും എൻ്റെ അടുത്തും ഇപ്പോൾ ഞങ്ങളുടെ സ്റ്റാഫ് നോക്കിയാൽ എൻ്റെ അടുത്തും ഇത് തന്നെ ആയിരിക്കും. മലയാളക്കാരാണ് കൂടുതൽ, ചെറിയ ശതമാനം മറ്റു ആൾക്കാരുള്ളൂ. അതുപോലെ ലേബർ മാത്രം നേരെ തിരിച്ചാണ്. ഇന്ന് VKC
ഇന്ത്യക്ക് പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. ഫുഡ്സിന് എൻ്റെ അറിവിൽ കോഴിക്കോട് നിലവിൽ 2 സ്റ്റോറുകളാണ് ഉള്ളത്. ഫവാസിന് ഇനി ഭാവിയിൽ ഈ ഇന്ത്യക്ക് പുറത്തോ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തേക്കൊക്കെ സ്റ്റോർ ഇടാനുള്ള ഒരു ഐഡിയാസ് ഉണ്ടോ? അല്ലെങ്കിൽ ഏത് രൂപത്തിലാണ് അങ്ങനെ മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു കാര്യങ്ങൾ? നിലവിൽ നമ്മൾ റൺ ചെയ്യുന്ന സ്റ്റോർ അതൊരു പൈലറ്റ് സ്റ്റോർ ആണ്. അതായത് ഫസ്റ്റ് നമ്മൾ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പം ആ ഒരു പൈലറ്റ് സ്റ്റഡി കഴിഞ്ഞിട്ടില്ല. നമ്മൾ 2-3 കാര്യങ്ങൾ അതിൽ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് വൺസ് ഫൈനലായാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു സ്റ്റോർ എക്സ്പാൻഡ് ചെയ്യുന്നതിനെ കുറിച്ച് അങ്ങനത്തെ ഒരു കോൺക്രീറ്റ് പ്ലാൻ ഇപ്പം നിലവിലായിട്ടില്ല. അപ്പൊ ഒരു പൈലറ്റ് സ്റ്റേജിലാണ് ആ ഒരു ഏരിയ നിൽക്കുന്നത്. അതിനേക്കാൾ ഉപരി നമ്മളൊരു D2C ബ്രാൻഡ് ആയിട്ടാണ് ഉണ്ടാവുക. ഡയറക്റ്റ് കസ്റ്റമറിലേക്ക് നമ്മൾ വെബ്സൈറ്റ് ത്രൂവും പിന്നെ അതുപോലെ തന്നെ ക്വിക്ക് കൊമേഴ്സിലെ ഇൻസ്റ്റമാർട്ടിൽ ഓൾറെഡി നമ്മൾ അവൈലബിൾ ആണ്. അപ്പൊ ഇൻസ്റ്റമാർട്ട് ത്രൂവും ഇന്ത്യയിലെ എല്ലാ സിറ്റീസിലും പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്. ഇന്ത്യക്ക് പുറത്ത് എവിടെയൊക്കെ ഇപ്പം ഫുഡ്സിന്റെ പ്രൊഡക്ട്സ് കിട്ടും? ഇന്ത്യക്ക് പുറത്ത് ഇല്ല, ഇപ്പം ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. ഇന്ത്യയിലെ എല്ലാ മെട്രോ സിറ്റീസിലും ഒരു 10 മിനിറ്റ് കൊണ്ട് ഡെലിവറി ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അതെ ക്വിക്ക് കൊമേഴ്സ് ത്രൂ നമ്മൾ അവൈലബിൾ ആണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ പലതരം ബിസിനസ്സുകൾ താങ്കൾ ചെയ്തിട്ടുണ്ട്. ആദ്യം പിന്നെ ഇവിടെ തൊഴിലാളിയായി വരുന്നു, കോയമ്പത്തൂരിലേക്ക് സ്വാഭാവികമായിട്ടും ഇവിടെ പിന്നെ പാർട്ടി പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ട് ജോലി കിട്ടാത്തൊരവസ്ഥ വരുന്നു. അതിനിടയ്ക്ക് തന്നെ താങ്കളുടെ പിന്നെ അമ്മാവൻ്റെ അറ്റ തോന്നുന്നൊരു ബേക്കറി ബിസിനസ് ഇവിടെ തുടങ്ങുന്നു. അത് നന്നായി മുന്നോട്ട് പോകുന്നു. പിന്നീട് അതിനകത്തുനിന്ന് ബാക്ക് സ്ട്രാപ്പ് ചെയ്യുന്നു. താങ്കൾ അതിൻ്റെ പ്രത്യേകമായിട്ട് പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഒരു ബിസിനസ് മുന്നോട്ട് പോകാൻ പറ്റില്ല നമുക്ക് തോന്നുകയാണെങ്കിൽ അപ്പോൾ അവിടെ നിർത്തിയിട്ട് പിന്നെ നിർത്താന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് താങ്കൾ പറയുന്നുണ്ട്. പിന്നെ പിന്നെ അങ്ങനെ ഒരു ചിന്ത എങ്ങനെയാണ് വരുന്നത്? കാരണം ആദ്യം ആദ്യം ഫുഡിന്റെ ബിസിനസ്സിലേക്ക് വരുന്നു, പിന്നീട് സർക്കാർ ജോലിയിലേക്ക് കോയമ്പത്തൂരിൽ താൽക്കാലിക നിയമനത്തിലേക്ക് പോകുന്നു. അവിടെ തന്നെ ചായയുടെ ബിസിനസ് തുടങ്ങി. സർക്കാർ ജോലി നിർത്തിയിട്ടാണ് ചായയുടെ ബിസിനസ്സിലേക്ക് വരുന്നത്. അങ്ങനെ അതൊരു സാഹചര്യം കൊണ്ട് അങ്ങനെ മാറുന്നതാണോ, അല്ലെങ്കിൽ ആ ഒരു വളർച്ച കാലഘട്ടത്തെ പറ്റി പറയാൻ പറ്റും? അല്ല, അതൊരു കണക്ക് കൂട്ടലിൽ മാറുന്ന, അതൊരു സാഹചര്യം കൊണ്ട് മാറുന്നതല്ല. ഇപ്പോൾ നമുക്ക് ഞാൻ ആദ്യം പിന്നെ തീപ്പെട്ടി കമ്പനിയാണ് തുടങ്ങിയത്. തീപ്പെട്ടി കമ്പനി നിർത്താനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അതിന് സോഫ്റ്റ് വുഡാണ് അതിന് ആവശ്യമായിട്ടുള്ളത്. സോഫ്റ്റ് വുഡ് വേണം. അപ്പോൾ സോഫ്റ്റ് വുഡ് പിന്നെ അതിൻ്റെ പിന്നെ സ്കേസിറ്റി അതിന് വലിയ പ്രശ്നമായിട്ട് വന്നു. അത് കിട്ടാൻ കാരണം ഇവിടെ ഞാൻ തുടങ്ങുമ്പോൾ കുറച്ച് കമ്പനികളേ ഉള്ളൂ, ഒരു 6-7 കമ്പനിയേ ഉള്ളൂ ഞാൻ തുടങ്ങുന്ന കാലത്ത്. പിന്നെ അത് വളരെ വേഗം വർദ്ധിച്ചിട്ട് 140 കമ്പനിയായി. ഈ 140 കമ്പനിക്ക് നമ്മളെ ഈ ചുറ്റുപാട് പ്രദേശത്ത് നിന്ന് വയനാട് അവിടെ ഇവിടെ നിന്നൊക്കെ താമരശ്ശേരി ഇവിടെ നിന്നൊക്കെ ആയിട്ട് സോഫ്റ്റ് വുഡ് കിട്ടണം. അപ്പം സോഫ്റ്റ് വുഡ് പിന്നെ ഗവൺമെൻറ് സപ്ലൈ ഉണ്ട്, അതും വളരെ കുറവാണ്. അപ്പോൾ സോഫ്റ്റ് വുഡ് കിട്ടിയെങ്കിലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് സോഫ്റ്റ് വുഡിന് ഭയങ്കര മത്സരമായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആളുകൾ ഇപ്പോൾ അവിടെ അതിൻ്റെ ഉത്ഭവസ്ഥാനത്ത് തന്നെ പോയിട്ട് അത് വാങ്ങാനൊക്കെ പുറപ്പെട്ടു. ഇതെല്ലാം പോകുന്നത് ഒറ്റ മാർക്കറ്റിലേക്കാണ്. നമ്മളിവിടെ എത്ര പിടിവരുണ്ടാക്കിയാലും ചെല്ലുന്നതിൻ്റെ ഒരു മാർക്കറ്റ് ശിവകാശി, കോൽപ്പെട്ടി, 2 മാർക്കറ്റാണ് തമിഴ്നാട്ടിൽ. ആ മാർക്കറ്റിലാണ് ഇത് വിൽക്കേണ്ടത്. അപ്പോൾ അവർക്ക് ഇപ്പോൾ ആരുണ്ടാക്കിയാലും നമ്മുടെ സാധനം ദുർലോഭം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വർദ്ധനവൊന്നും വരുന്നില്ല. ഇവിടെയാണെങ്കിൽ ഈ പിന്നെ സോഫ്റ്റ് വുഡ് കിട്ടാനുള്ള ഭയങ്കര ഡിമാൻഡ്, ബുദ്ധിമുട്ടും ഒക്കെ ആയി. അപ്പോൾ അത് പിന്നെ അത് മുന്നോട്ട് പോകാനുള്ള സാധ്യത തീരെ ഇല്ല. മനസ്സിലായി? അപ്പം ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ അതിൻ്റെ മേലെ കെട്ടിപ്പിടിച്ചതൊരു കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് അത് പിന്നെ ഒഴിവാക്കുന്നത്. പക്ഷേ നമ്മളിപ്പോൾ അതേസമയത്ത് ഇപ്പോഴുള്ള ഫീൽഡ്, ചെരുപ്പിൻ്റെ ഫീൽഡിൽ അതിനിപ്പോൾ ഇവിടെ ഒരിക്കലും അങ്ങനത്തെ സിറ്റുവേഷൻ ഇല്ല. അതിനുള്ള മെറ്റീരിയലൊക്കെ എല്ലാ മെറ്റീരിയലും കിട്ടാനുണ്ട്. അതുപോലെ ആവശ്യക്കാരുമുണ്ട്. നമുക്ക് എത്രത്തോളം അത് ആളുകളുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് നിർമ്മിച്ച് കൊടുക്കാൻ പറ്റുമോ അത്രയും ചാൻസ് വായിക്കിയെടുക്കുക. മറ്റുള്ള തമ്മിൽ വ്യത്യാസമാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ നമ്മളോട് തന്നെ പല ആൾക്കാർ ചോദിക്കാതെ നിങ്ങൾ വേറെ ഒന്നും തുടങ്ങാത്ത എന്താണ്, നിങ്ങൾ ബ്രാൻഡിൽ വേറെ ഒന്നും തുടങ്ങിക്കൊണ്ടേ. അപ്പോൾ നമുക്ക് ഇത് തന്നെ വായിക്കേണ്ടത് തുടങ്ങി, ഇത് തന്നെ നമുക്ക് ധാരാളം ചെയ്യാം. ഇപ്പോൾ PK അഹമ്മദൊക്കെ പലതരം ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട് തോന്നുന്നു. അത് PK പിന്നെ അരിയിലേക്കും മറ്റൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട് തോന്നുന്നുണ്ട്. അവരതൊക്കെ ലിമിറ്റഡ് ഇതാണ്. നമ്മളതല്ല, ഇത് ഒരു ആളുകൾക്ക് അങ്ങേയറ്റം ഇഷ്ടമുള്ള നമുക്കിപ്പോൾ ഇവിടെ പിന്നെ ഈ 140 കോടി ജനം ഇന്ത്യയിൽ തന്നെ ഉണ്ട്. 3.5 കോടി ജനം കേരളത്തിലുണ്ട്. ഈ ആളുകൾക്കൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അവർക്കത് ഇപ്പം ഈ ആവശ്യക്കാർക്ക് ഏറ്റവും നന്നാക്കി അവർക്ക് താല്പര്യമുള്ള നിലക്ക് കൊടുത്താൽ ഇവിടെ ഈ ഒരു ബിസിനസ്സിന് ഇപ്പം പെട്ടെന്ന് അവസാനമൊന്നും വരാൻ പോകുന്നത്. അത് അത് അവസാനം തന്നെ എങ്ങനെ പറഞ്ഞാൽ നമുക്ക് അത് കൃത്യമായിട്ട് അതിൻ്റെ മാറ്റത്തിനനുസരിച്ച് നമുക്ക് മാറാൻ കഴിയാതിരിക്കുക, നമുക്ക് ആളുകളുടെ താല്പര്യങ്ങളനുസരിച്ച് നമുക്ക് നിർമ്മിക്കാൻ കഴിയാതിരിക്കുക, കൊടുക്കാതിരിക്കാൻ കഴിയുക. അപ്പോഴാണ് നമുക്കിതിന്
ഡിസൈനിൽ മാത്രമേ മാറ്റം വരുന്നുള്ളൂ. അപ്പം അങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും പരാജയപ്പെടും. അതെ. അതിനെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കണം. ഓടിയെങ്കിൽ മാത്രമേ. ആ പുസ്തകത്തിൽ പറയുന്നുണ്ട് താങ്കൾ ഇങ്ങനെ നിരീക്ഷിക്കുന്നത് ഓരോ കാലഘട്ടത്തിൽ ആളുകൾ ചെരുപ്പ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. അതാണ് നമുക്ക് അത് ആളുകളുടെ നമ്മുടെ താല്പര്യത്തിന് ആളുകൾ ഉപയോഗിക്കാൻ കഴിയില്ല. അത് കുറച്ചൊക്കെ പരസ്യത്തിൻ്റെ മേലൊക്കെ പോകുന്നല്ലാണ്ട് ആളുകൾക്ക് തൃപ്തിയായിട്ട് ഉപയോഗിക്കണമെങ്കിൽ അവരുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ കിട്ടണം. അത് നമുക്ക് ചെയ്യാൻ കഴിയണം. അതാണ് മറ്റത്. പിന്നെ ഈ ബിസിനസ് മാറ്റം ഇങ്ങനെ മാറുന്നത്. മാറ്റം ഞാൻ മാറിയതൊക്കെ തന്നെ ഓരോ ഘട്ടത്തിലും തീപ്പെട്ടിയിൽ മാറിയത് മനസ്സിലായല്ലോ. മനസ്സിലായി. അങ്ങനെ തീർച്ചയായിട്ടും അതിന് മുന്നോട്ട് പോകാൻ വഴിയില്ല. ഇപ്പോൾ ഞാൻ നിർത്തിയതിന് ശേഷം പല കമ്പനികളും പൂട്ടി. ഇപ്പോൾ വളരെ ചെറിയ ഇപ്പം നിസ്സാരമായ ഒരു 5-6 കമ്പനികളുള്ളൂ ഇപ്പോൾ. ബാക്കിയൊക്കെ ഈ ഒറ്റ കാരണം കൊണ്ട് ഇപ്പൊ എല്ലാവരും ലൈറ്ററൊക്കെയാണ് കത്തിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഈ സാധനം കിട്ടാനില്ല. ഈ സോഫ്റ്റ്വുഡിന്റെ ലഭ്യത കുറഞ്ഞു. ആ ലഭ്യത കുറഞ്ഞോടുകൂടി തന്നെ അത് കിട്ടത്. പക്ഷെ ഈ വുഡ് ഇൻഡസ്ട്രിക്ക് പൊതുവെ പിന്നെ മാറ്റങ്ങൾ പല കാരണങ്ങളും വന്നു. വുഡ് ഇൻഡസ്ട്രി നമ്മുടെ നാട്ടിൽ തന്നെ വുഡിന് ഭയങ്കര ഇതില്ല, കിട്ടുന്നില്ല, ഇഷ്ടമാണ്, കിട്ടാത്തതുണ്ട്. പിന്നെ മറ്റ് മലേഷ്യയിൽ നിന്നൊക്കെ കൊണ്ടുവന്നതിന് ഇപ്പോൾ ചില നിയന്ത്രണമൊക്കെ അത് വന്നിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ ആളുകൾ മാറി. ഇപ്പോൾ ഒക്കെ പിന്നെ സ്റ്റീലിൻ്റെ കാര്യങ്ങളായി. സ്റ്റീൽ പാത്രങ്ങൾ, പിന്നെ സ്റ്റീൽ പിന്നെ വാതിൽ, സ്റ്റീൽ കട്ടിൽ, പിന്നെ സ്റ്റീലിൻ്റെ മറ്റേ ഈ കഴുക്കോല് എല്ലാം അത് ഉപയോഗിക്കാൻ പുറപ്പെട്ട്. അപ്പോൾ ആ ഒരു കുറവ് അങ്ങനെ പരിഹരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഉപ്പാപ്പ പിന്നെ ഹോട്ടൽ ബിസിനസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നല്ലൊരു വളർച്ച ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് പുസ്തകത്തിലൊക്കെ പറയുന്നത്. ഫവാസും തുടങ്ങുന്നത് ഫുഡ് ബിസിനസ്സിലാണ്. അത് റിലേറ്റ് ചെയ്തിട്ടാണ്. ആദ്യഘട്ടത്തിൽ പിന്നെ കല്ലുമ്മക്കായയും പിന്നെ ബീഫൊക്കെ അച്ചാറൊക്കെ ആയിരുന്നു ഫവാസ് ബിസിനസ് ചെയ്യുന്നത്. എനിക്ക് 4 വർഷമാണ് ഏകദേശം അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നിർത്തി പിന്നീട് ദുബായ് കുനാഫ ചോക്ലേറ്റിലേക്കും ചോക്ലേറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് പുതിയ പുതിയ പ്രൊഡക്റ്റ്, ചോക്ലേറ്റ് സമൂസ പോലെയുള്ള പുതിയ പുതിയ പ്രൊഡക്റ്റ് ഒക്കെ ഫവാസ് ആരംഭിക്കുന്നു. അതൊക്കെ നല്ല രൂപത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഒരു ചേഞ്ച് ആവാനുള്ള കാരണവും ഈ ചോക്ലേറ്റ് ബിസിനസ് എടുക്കാനുള്ള ഒരു കാരണവും ഒക്കെ ഉപ്പാപ്പയുടെ ഫുഡ് ബിസിനസ്സായിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ഇല്ല, അങ്ങനെ ബോധപൂർവമായിട്ടുള്ള റിലേഷൻ ഒന്നും ഇല്ല. പക്ഷെ ഈ ഫസ്റ്റത്തെ 4 വർഷം ഈ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തു. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഇവരെ ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരേ സമയത്ത് ബിസിനസ്സും ചെയ്യണം, പക്ഷെ ഫാമിലിക്ക് സപ്പോർട്ട് ചെയ്യണം, അവർക്കുള്ള ഡേ ടു ഡേ കാര്യങ്ങളും കൂടി ചെയ്യണം. പിന്നെ സംബന്ധിച്ചിടത്തോളം അതില്ലായിരുന്നു. ഞാൻ കുറച്ചുകൂടി പാഷൻ ഡ്രിവൺ ആയിരുന്നു ഫസ്റ്റത്തെ 4 വർഷം. അതായത് ഞാൻ കല്ലുമുക്കായ നിറച്ചെന്നുള്ള പ്രൊഡക്റ്റ് ഇറക്കി, അത് 1 വർഷം കേടുവരാതെ പുറത്തിരിക്കും, ആ പ്രൊഡക്റ്റ് എല്ലാവർക്കും ആവശ്യം ഉണ്ടാവും എന്നുള്ളത് ഞാൻ തീരുമാനിക്കായിരുന്നു. കസ്റ്റമർക്ക് എത്രത്തോളം അത് ആവശ്യമുണ്ട് എന്നുള്ളത് ഒരു പരിധി വരെ നമ്മളത് ഇഗ്നോർ ചെയ്യാൻ വേണ്ടി നോക്കും. നമ്മൾ ഈ ബ്ലൈൻഡ്ലി പാഷൻ റിലേറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് നമ്മൾ ആ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടും. കല്ലുമ്മക്കായ സെലക്ട് ചെയ്യാനുള്ള കാരണം നാട്ടില് ബിസിനസ് ചെയ്യണം, അപ്പൊ നാട്ടില് വെച്ച് ചെയ്യണം. കടുക്ക ബസാറിലാണ് വീട്, അപ്പൊ കടുക്ക വെച്ചിട്ട് ചെയ്യാം, അങ്ങനെ ഒരു ഐഡിയ വന്നത്. പിന്നെ ഈ ടെക്നോളജി അതിൽ വന്നിട്ടുണ്ടായിരുന്നു, ഒരു റിട്ടോർട്ട് പ്രോസസ്സിംഗ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ ടെക്നോളജി വെച്ച് പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫ്രിഡ്ജിൽ വെക്കാതെ 1 വർഷം വരെ ഇതാക്കും. ഇത് പറയുമ്പോൾ നല്ല രസമാണ് കേൾക്കാൻ എല്ലാവർക്കും. പക്ഷേ ഡേ ടു ഡേ യൂസേജിൽ ഇത് വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല, വളരെ കുറച്ച് ആൾക്കാർ ഇത് യൂസ് ചെയ്യുള്ളൂ. ഒന്നെങ്കിൽ നാട്ടിൽ നിന്നൊക്കെ കുറെ വിട്ട് നിൽക്കുന്ന ആൾക്കാർ, പിന്നെ ഇത് കിട്ടാത്ത സ്ഥലത്തുള്ള ആൾക്കാർ. അപ്പൊ അങ്ങനത്തെ ആളുകൾക്കൊക്കെയാണ് ഇത് ഉണ്ടാവുക. അപ്പം ഇതിന്റെ മാർക്കറ്റ് സൈസ് വളരെ ചെറുതായിരുന്നു. പക്ഷെ നമ്മൾ ഈ ഒരു ടെക്നോളജി പ്രൊഡക്റ്റിനായിട്ടുള്ള നമ്മളൊരു ഡീപ്പ് പാഷൻ, ഉള്ളിലുള്ള ഒരു പാഷൻ വെച്ചിട്ട് നമ്മൾ പിന്നെയും കുറെ ഉന്തി നീക്കി. സെയിം ടൈം എനിക്ക് വീട്ടിലേക്ക് ഒന്നും കൊണ്ടുപോയി ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം വീട്ടിൽ എല്ലാം നമുക്ക് ആ ഒരു ഗ്രൗണ്ട് നന്നായിട്ട് സപ്പോർട്ടീവ് ആണ്. പിന്നെ അവിടുത്തെ കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ആ ഒരു പ്രശ്നം കൂടി അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ മുന്നോട്ട് പോയി. നമ്മൾ ഈ ടെക്നോളജി തന്നെ വേറെയും പ്രൊഡക്ട്സ് ഇറക്കി. പക്ഷെ എന്നിരുന്നാലും അതിന്റെ ഒരു ബിസിനസ് എന്നുള്ള നിലക്ക് അത് ഒരു മാസാവസാനം അത് നമ്മൾ അതിൽ പ്രോഫിറ്റ് ഉണ്ടാവണം. അപ്പോൾ ഒരു ബിസിനസ് അത് സക്സസ്ഫുള്ളി ബിസിനസ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ നമ്മളത് എന്തോ കാട്ടിക്കൂട്ടുന്ന പോലെയാണ്. അപ്പൊ ഒരു പോയിന്റ് ഓഫ് ടൈം എത്തിയ സമയത്ത് ഞാനിങ്ങനെ കുറെ പണിക്കുന്നിട്ട് ഒന്നും ആവുന്നില്ല. ആ സമയത്ത് ഇവരൊക്കെ ചോദിക്കാറുണ്ട് എന്താ ഈ കാര്യങ്ങൾ. കൂടണം. പിന്നെ ആ പുസ്തകത്തിൽ പാരഗ്രാഫ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഒരു സംഭവം ഇപ്പൊ മെയിൻ കോട്ടായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ആ പുസ്തകത്തില്. ഒരു സംഭവം മുന്നോട്ട് പോകുന്നില്ല തോന്നുകയാണെങ്കിൽ അവിടെ നിർത്തുന്നതാണ് നല്ലത് എന്നുള്ളത്. അപ്പൊ അങ്ങനെ ചിന്തിച്ചതാണോ? അതെ. അതായത് ഇതിലൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഇവരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ആ ബിസിനസ് എങ്ങനെയുണ്ട്. അതിന്റെ നല്ല വശം മാത്രമേ എപ്പോഴും പറയാറുള്ളൂ. ഇത് ഇത്ര ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ള കാര്യം പലപ്പോഴും പറയില്ല. അപ്പൊ അതുകൊണ്ടൊന്നും ഇവർക്ക് അറിയില്ല. പക്ഷേ എന്റെ അങ്കിൾ, അതായത് നൗഷാദ് ഖാനുള്ള ഒരു ദിവസം കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എന്നോട് ചോദിച്ചപ്പോഴാണ് കാര്യങ്ങളുടെ അവസ്ഥ മനസ്സിലായത്. പിന്നെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നീ ആത്മഹത്യ ചെയ്യുന്നത് തുല്യാണ്, അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. ബിസിനസ് ആകുമ്പോൾ പ്രോഫിറ്റ് ഉണ്ടാവണം. അപ്പം പിന്നെ എന്നോട് പറഞ്ഞു അത് പ്രോപ്പറായിട്ട് റീവർക്ക് ചെയ്യണം, അതല്ലെങ്കിൽ നിർത്തിക്കോ എന്ന് പറഞ്ഞു.
അപ്പൊ അങ്ങനെ ഒരു സ്റ്റേജ് വന്ന സമയത്താണ് ശരിക്കും ഈ ഒരു റിയാലിറ്റിയിലേക്ക് ഹിറ്റ് ചെയ്ത സമയത്താണ് ഓക്കെ ഇത് മാറ്റണം എന്നുള്ള. നേരത്തെ അവർക്ക് ഓൾറെഡി ഉള്ള ബോധ്യം എനിക്ക് അന്നാണ് വരുന്നത്, ഓക്കെ ഇത് വർക്കൗട്ട് ആണെങ്കിലും നിർത്താനുള്ളത്. അപ്പൊ അങ്ങനെ അത് ഈ കുനാഫ ചോക്ലേറ്റ് ട്രെൻഡ് കണ്ടു. നമുക്കുള്ള സ്ട്രെങ്ത് വെച്ചിട്ട് നമ്മൾ വെബ്സൈറ്റിലേക്ക് ആ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ ചെയ്തത്. പിന്നെ ഒരു പോയിന്റിൽ ചോക്ലേറ്റ് വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് കണ്ടപ്പോൾ മറ്റേത് ഫുള്ളി സ്റ്റോപ്പ് ചെയ്തിട്ട് ഒരു തീരുമാനം എടുക്കുകയായിരുന്നു ചെയ്തത്. അപ്പം അതൊരു കുറച്ച് സമയം എടുത്തു, 4 വർഷം എടുത്തു. അതിന്റെ കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വേറെ ഉത്തരവാദിത്തങ്ങളൊന്നും ഇല്ല, നമുക്ക് ഈ ബിസിനസ് ചെയ്യാന്നുള്ളതായിരുന്നു നമുക്ക് ഉണ്ടായിരുന്ന ഒരു ലക്ഷറി. അപ്പൊ അതിന്റെ ഇതായിട്ടാണ് അത് വന്നത്. ബിസിനസ്സിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മള് വില കുറവിനെ പറ്റി പറഞ്ഞു. ഹോട്ടൽ ബിസിനസ്സിൽ ചെയ്യുന്ന സമയത്ത് തന്നെ ഏറ്റവും സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ആവണം ഞാനൊരു ഹോട്ടൽ തുടങ്ങുന്നത് എന്നുള്ളത്. തങ്ങളുടെ ഹോട്ടൽ വളരെ വില കുറവായിരുന്നു. ആ സമയത്ത് തന്നെ മറ്റു ഹോട്ടലുകൾ വന്നിട്ട് നിങ്ങൾ വില കുറച്ച് എന്തുകൊണ്ടാണ് കൊടുക്കുന്നത്, അങ്ങനെയൊക്കെ ചോദ്യമൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ സിഗരറ്റുമായി ബന്ധപ്പെട്ടിട്ട് ആ സമയത്ത് തന്നെ ചില സമയത്ത് ഈ സിഗരറ്റ് പൂഴ്ത്തി വെക്കുന്ന ഒരു സമയം വരും. ആ സമയത്ത് ഇദ്ദേഹം അതേ വാങ്ങി വെച്ചിട്ട് ഇദ്ദേഹം വില കൂട്ടിയിട്ടല്ല കൊടുക്കുന്നത്, ഇദ്ദേഹം വില കുറച്ച്. എല്ലാവരും അങ്ങനെ ഒരു ചിന്തിക്കാനുള്ള ഒരു മൈൻഡ് എങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത്? അതൊരു പിന്നെ നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ നമുക്കതൊരു ക്രൈസായിരുന്നു അന്ന്. അങ്ങനെ ഏറ്റവും കരിഞ്ചന്ത ഒഴിവാക്കി ചെയ്യാന്നുള്ളത്. അന്ന് കരിഞ്ചന്തയാണ്. അന്നിപ്പോൾ ഈ നമ്മൾ ഇപ്പോഴത്തെ മാതിരില്ല. ബഡ്ജറ്റ് ഒരു കൊല്ലത്തിലാണ് ഇതിൻ്റെ വില വ്യത്യാസമൊക്കെ വരിക, ടാക്സ് മറ്റു കാര്യങ്ങളൊക്കെ. അപ്പം ബഡ്ജറ്റ് വരുന്നതിൻ്റെ മുമ്പ് തന്നെ ആളുകൾ ഈ ഇതിന് ഈ ടാക്സ് എല്ലാം കൂടും എന്നുള്ള സാധനങ്ങളൊക്കെ പൂത്തിവെക്കാൻ പുറപ്പെടും. അപ്പോൾ അന്ന് തന്നെ ഇതിന് ഈ പിന്നെ വില കൂടിയ ആളുകൾ പൂത്തി വെച്ചിട്ട് അതിൻ്റെ മേലെ കരിഞ്ചന്ത കച്ചവടം ചെയ്യും. അതിനോടുള്ള ഒരു നമ്മുടെ ഉള്ളിലുള്ളൊരു വിരോധം, അത് ശരിയല്ല എന്നുള്ളത്, അതിനുള്ള ഒരു വിരോധത്തിൻ്റെ പ്രകടനം ആയിരുന്നു എന്ന് വേണം പറയാതെ. അതിൽ ഏറ്റവും കൂടുതലുണ്ടായിരുന്നത് പഞ്ചസാരയാണ്. പഞ്ചസാര എന്ന ഇതേമാതിരി നമ്മൾ നഷ്ടപ്പെടുന്നില്ല, നമ്മൾ അതിൻ്റെ പിന്നെ ഒറിജിനൽ വിലക്ക് കിട്ടുന്നിടത്ത് വാങ്ങിച്ചിട്ടാണ് ചെയ്യുന്നത്, നമ്മൾ നഷ്ടപ്പെടുന്നില്ല. മറ്റെന്ന് വെച്ചാൽ മറ്റൊരു കിട്ടാവുന്നിടത്തോളം അതിൽ പിന്നെ വില കൂട്ടി വാങ്ങിക്കുക എന്നുള്ള ഒരു പരിപാടിയാണ്. കാരണം സിഗരറ്റെല്ലാം അവിടുന്ന് സിഗരറ്റ് വിൽക്കുന്ന ആ സ്ഥലത്ത് നിന്ന് ഒരു ലിമിറ്റ് അവർ സപ്ലൈ ചെയ്യും. ആ സപ്ലൈ ചെയ്യുന്നിടത്ത് നമ്മൾ പിന്നെ അവിടെ ആളുകളെ കുട്ടികളൊക്കെ നിർത്തിയിട്ട് അവിടുന്ന് വാങ്ങിച്ചെടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് പഞ്ചസാര അന്ന് പഞ്ചസാര ഒന്നും വലിയ പഞ്ചസാരയുള്ള ചായ കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു ഒരു ഘട്ടത്തിൽ. പിന്നെ ശർക്കര ചായ ഉണ്ടായിരുന്നു, അങ്ങനത്തെ ഒരു സ്ഥിതിയായിരുന്നു. കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ശർക്കര ചായ കൊടുക്കുമെന്ന് ഹോട്ടലിലൊക്കെ ശർക്കര ചായ കൊടുക്കും, പിന്നെ മധുരമിടാത്ത ചായ കൊടുക്കും. മധുരട്ട ചായ ആണെങ്കിൽ അതിന് പ്രത്യേക റേറ്റാണ്, അങ്ങനെയായിരുന്നു. അപ്പോൾ നമ്മൾ ഇതേമാതിരി പിന്നെ ഈ ഞങ്ങൾ ഈ പഞ്ചസാര ശേഖരിച്ച് വെച്ചിട്ട് തുള്ളവും അതിനെ കൊടുത്തുകൊണ്ടിരുന്ന പഴയവർക്ക്. അപ്പോൾ അവർക്ക് സംശയം, മറ്റാൾക്കാർക്ക് ഇതെന്തോ ഒരു കള്ളത്തരാണ് എന്തോ. അപ്പോൾ അവർ ഹെൽത്തിന് കംപ്ലയിൻറ്റ് ചെയ്ത് ഒരു ഘട്ടത്തിൽ അവർ ഹെൽത്തുകാരൊക്കെ വന്ന് പരിശോധിച്ചപ്പോൾ മനസ്സിലായി കള്ളത്തരമൊന്നുമില്ല, മനസ്സിലായതിൻ്റെ ആണെന്ന്. അത് പിന്നെ അതുകൊണ്ട് തീർന്നു. അപ്പോൾ അത് നമുക്ക് അപ്പോൾ നമ്മൾ കച്ചവടം ചെയ്യുമ്പോൾ അതിൽ ഈ മറ്റേതൊക്കെ അധിക വിലക്ക് വിൽക്കുന്നവരൊക്കെ എല്ലാവരും ഒരേ മാതിരിയല്ലേ. നമ്മളൊരു വ്യത്യസ്തനായിട്ട് കച്ചവടം ചെയ്യാന്നുള്ളതാണ്, അതാണ് അതിനുള്ള പ്രത്യേകത. നമ്മൾ ആ കച്ചവടം ചെയ്യുമ്പോൾ തന്നെ അവർക്ക് പിന്നെ ഈ അധികം പിന്നെ വില കൂട്ടി കരിഞ്ചന്ത വില വാങ്ങിയാൽ പോലും കിട്ടാത്ത നമുക്ക് കിട്ടുന്നു. കാരണം നമ്മൾ അത്രയും ടേൺ ഓവർ കൂടുന്നു. ഈ ശരിക്കുള്ള വിലക്ക് കൊടുക്കുമ്പോൾ, മര്യാദ വിലക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ ടേൺ ഓവർ ഇത്ര കൂടി. അപ്പോൾ നമുക്ക് 2 കാര്യമായി. ഒന്ന്, മര്യാദ വിലക്ക് കൊടുക്കാൻ പറ്റി, ആ കാര്യം കൊണ്ട് നമ്മുടെ ടേൺ ഓവർ കൂടുകയും ചെയ്യും. അതും മറ്റ് ബിസിനസ്സുകാർ പ്രശ്നം ഉണ്ടാക്കൂലേ, കസ്റ്റമേഴ്സ് അധികം നിങ്ങളിലേക്ക് വരാം. അവർക്കൊരു വിഷമം തോന്നിയിട്ട് കാര്യമില്ലല്ലോ. 2001 തങ്ങൾ ആദ്യമായിട്ട് MLA ആവുന്നത്. ആ സമയത്ത് തന്നെയാണ് VKC 2004 സമയത്താണ് ഒരു പുതിയൊരു ഘട്ടത്തിലേക്ക് 2000 ആ ഒരു കാലഘട്ടത്തിലാണ് പുതിയൊരു ഘട്ടത്തിലേക്കും മാറുന്നത്. ടെക്നോളജി പരമായിട്ട് പുതിയ മെഷീൻസ് വരുന്നു, പുതിയ ആളുകൾ വരുന്നു. ആ ഒരു സമയത്ത് തന്നെയാണ് താങ്കൾ MLA ആവുന്നത്. അപ്പൊ രണ്ടും എങ്ങനെയായിരുന്നു മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്? ആദ്യമായിട്ട് MLA ആവുകയാണ്, സോ കൂടെ തന്നെ ബിസിനസ് ഒരു പുതിയ ഘട്ടത്തിലേക്ക് അടക്കുക. ബിസിനസ് ആ സമയത്ത് ബിസിനസ് ചെയ്യാൻ നമ്മളെ എൻ്റെ മക്കൾ 2 സജീവമായിരുന്നു. മക്കൾ പിന്നെ അതായത് ഈ രംഗത്ത് എന്നെക്കാളും കൂടുതൽ നന്നായിട്ട് പ്രവർത്തിക്കുന്ന മക്കൾ, അവരും അവരുടെ പിന്നെ നമ്മൾ ബാക്കിയുള്ള ടീം, നമ്മുടെ ടീം ഒരു വലിയ ടീമാണ്. ആ ടീമിൻ്റെ പ്രവർത്തനം. അപ്പം പിന്നെ ഞാൻ മിക്കവാറും എൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടെങ്കിലും
ഞാൻ ഉള്ളതിനേക്കാളും ഭംഗി നടന്നു പോകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു ബിസിനസ് രംഗത്ത്. ഇല്ലെങ്കിൽ അത് പിന്നെ നമുക്ക് മുമ്പ് തുടങ്ങിയ കാലത്താണെങ്കിൽ അത് കഴിയില്ല. അന്ന് വേറെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ആളില്ലായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഇപ്പോൾ കൂടുതൽ സമയം ഈ ഭാഗത്തേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബിസിനസ് മുന്നോട്ട് പോകില്ല. ഈ കാലഘട്ടത്തിൽ അതിനുള്ള സാധ്യത ഉണ്ടായിരുന്നു, ആൾക്കാർ നോക്കാനൊക്കെ ഉള്ള ആൾക്കാരുണ്ടായിരുന്നു. അതാണ്. എഡ്യൂക്കേഷൻ പരമായിട്ട് പണ്ട് കാലത്താണെങ്കിൽ പിന്നെ ബിസിനസ് ആരംഭിക്കുന്നവരൊന്നും വലിയ രൂപത്തിൽ എഡ്യൂക്കേഷൻ ഒന്നും നേടിയവരായിരിക്കില്ല. എന്നാൽ പിന്നീട് ഇപ്പൊ നമ്മുടെ ഒരു ചെറുപ്പ കാലഘട്ടത്തിലൊക്കെ നന്നായിട്ട് പഠിച്ച ആളുകളായിരുന്നു പിന്നെ എല്ലാ ബിസിനസ്സിലേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. വീണ്ടും ഇപ്പോഴും പറയുന്നത് കോളേജിലൊന്നും പോകേണ്ട ആവശ്യമില്ല, +2 കഴിയുമ്പോൾ തന്നെ വേറെ കോഴ്സസ് ഒക്കെ പഠിക്കുന്നുണ്ട്. കോളേജിൽ പഠിക്കുമ്പോൾ തന്നെയാണ് ബിസിനസ് ആരംഭിക്കുന്നത്. പുതിയ കാലഘട്ടത്തിൽ ജീവിക്കുന്നത് കൊണ്ട് കോളേജ് പഠനം എത്രത്തോളം ബിസിനസ്സിനെ സഹായിച്ചിട്ടുണ്ട്? ഇനിയുള്ള കാലത്ത് കോളേജ് പഠനം എന്നുള്ളത് നമ്മുടെ ഒരു പിന്നെ ജോലിയുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു കാര്യമായി തോന്നുന്നുണ്ട്? അല്ല, അതൊരു ഡിബേറ്റബിൾ സംഭവമാണ്. പലരും പല രീതിയിൽ അതിന് അഭിപ്രായം പറയുന്നുണ്ട്. ശരിക്കും വിദ്യാഭ്യാസത്തിന്റെ വില അത് വേറെ തന്നെയാണ്. അത് നമ്മൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇപ്പം അങ്ങനെയാണെങ്കിലും 10ാം ക്ലാസ് വരെ പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആ സമയത്ത് നമുക്ക് വേറെ എന്തൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു വിലയുണ്ട്. പക്ഷെ ചെയ്യുന്നത് ഏറ്റവും നല്ല നല്ല കോളേജിൽ പഠിക്കാൻ ശ്രമിക്കുക, നല്ല കോഴ്സ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ സംബന്ധിച്ചിടത്തോളം കോളേജിൽ പഠിച്ചതിന്റെ ബേസിക്സ് ഒക്കെ തന്നെയാണ് നമുക്ക് പിന്നീടും ഹെൽപ്പ് ചെയ്യുന്നത്. കുറെ കാര്യങ്ങൾ നമ്മൾ ഇപ്പം അക്കൗണ്ട്സിന്റെ കാര്യങ്ങളിലാണെങ്കിലും ബിസിനസ്സിലെ മാർക്കറ്റിംഗിന്റെ കാര്യങ്ങൾ പിന്നെ നമുക്ക് കുറച്ചുകൂടി സബ്ജക്റ്റീവ് ആണെന്ന് വിചാരിക്കാം. ഈ സ്കില്ല് ഇപ്പൊ കോളേജിൽ നിന്ന് കിട്ടുന്നില്ല, സ്കില്ല് പഠിക്കാൻ നമ്മൾ വേറെ തന്നെ പഠിക്കേണ്ട ആവശ്യമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതെ, അല്ല തീർച്ചയായിട്ടും സ്കില്ലിന്റെ കേസിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഈവൻ ഒരു സബ്ജക്റ്റീവ് കോഴ്സ് എടുക്കുകയാണെങ്കിൽ പോലും ഓരോ ഇൻഡിവിജ്വൽ ആയിട്ട് ആ സ്കിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. ഇപ്പൊ കോളേജ് ഞാൻ മനസ്സിലാക്കുന്നത് കുറച്ചും കൂടി ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റും നമ്മുടെ കണക്ഷൻസ് ബിൽഡ് ചെയ്യാനും നമുക്കുള്ള ബേസിക് ലേണിങ്ങിനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് കാണണം എന്നുള്ളതാണ് എൻ്റെ ഒപ്പീനിയൻ. താങ്കൾ ബിസിനസ് ആരംഭിക്കുമ്പോൾ ഈ നാട്ടിലാണ് ബിസിനസ് ആരംഭിക്കുന്നത്. താങ്കളുടെ ബിസിനസ്സിനൊപ്പം തന്നെ ഈ നാടും വലിയ രീതിയിൽ ആ ബിസിനസ്സിനൊപ്പം തന്നെ വളരുന്നുണ്ട്. അതിൽ താങ്കൾ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. താങ്കൾ ഇവിടെ പിന്നെ ആരംഭിച്ച സ്കൂളുകളെ പറ്റിയിട്ട്, അല്ലെങ്കിൽ താങ്കൾ ജനപ്രതിനിധി ആകുമ്പോൾ ഇവിടെ സ്കൂളുകൾക്ക് സഹായം നൽകിയത്, പിന്നീട് താങ്കൾ പിന്നെ ബിസിനസ്സിന്റെ ഭാഗമായിട്ട് ഇവിടെ ഫ്രീ ആയിട്ട് ഭക്ഷണം നൽകുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ താങ്കൾക്ക് അങ്ങനെ ഒരു ഉറപ്പ് പിന്നെ മനസ്സിൽ ഉറപ്പുണ്ടായിരുന്നു, ഞാൻ വളരുമ്പോൾ എൻ്റെ നാടും കൂടെ വളരേണ്ടതുണ്ട് എന്നുള്ളത് താങ്കൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു? അതില് പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ നാട് വളർന്നുകൊണ്ടേ ഇരിക്കുക. നാട് നമ്മളില്ലെങ്കിലും വളരും. ആ ഒരു കാലഘട്ടത്തിന്റെ ഒരു പിന്നെ പ്രത്യേകതയാണ്. ആ സമയത്ത് നമുക്ക് നമ്മൾ പങ്കുവയ്ക്കാൻ കഴിഞ്ഞു എന്നേ പറയാൻ പറ്റുള്ളൂ. ആ ഒരു കാര്യത്തിൽ നമ്മൾ വളർത്തുന്നില്ല. കാരണം ഇപ്പോൾ നമ്മൾ പഴയ കാലത്ത് മാതിരിയല്ല. പഴയ കാലത്തെ ആളുകൾക്കെല്ലാം ഒരു ദിവസം ജോലി പണിയാൻ പോയിരുന്നു. ആ കാലം മാറി. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പട്ടിണി ഉള്ള ഒരു വീടുമില്ല, ഒരാളുമില്ല. മാറിയ കാലഘട്ടത്തിൽ മാറ്റണം. അതേപോലെ തന്നെ ഇപ്പോൾ ആളുകൾ മുമ്പത്തെ മാതിരില്ല. ഇപ്പം മിക്കവാറും ഇടത്തരക്കാരെന്നുള്ളൊരു സ്റ്റേജിലേക്ക് മാറി. പണ്ട് ജോലി ചെയ്യുന്ന ആളുകൾ, തൊഴിലാളികളൊക്കെ തന്നെ അതിൽ നല്ല വിഭാഗം ഇപ്പം ഇടത്തരക്കാരാണ്. ഇടത്തരക്കാരായതുകൊണ്ടാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരി 200 റുപ്യൻ്റെ ചായ, 300 റുപ്യൻ്റെ ചായയൊക്കെ പറഞ്ഞാൽ സുഖമായിട്ട് പൈസ കൊടുത്ത് പോകുന്നത്. ആ ഒരു നിലയിൽ സാമ്പത്തിക വളർച്ച ഉണ്ടായിരുന്നു നാട്ടിൽ. ആ പഴയ കാലത്തിൽ ആ വളർച്ച ഇല്ല. വലിയ ബുദ്ധിമുട്ടാണ് ഒരു പൈസ കിട്ടുന്നുള്ളത്. അപ്പം ഞാനൊക്കെ ആദ്യം തൊഴിലിൽ പോകുമ്പോൾ പിന്നെ 75 പൈസ കൂലി, റുപ്യയിൽ താഴെയുള്ള കൂലിയാണ്. ഇപ്പം അതല്ലല്ലോ, ഇപ്പോൾ 1000 അല്ലേ. അപ്പോൾ ആ ഒരു പിന്നെ മാറ്റം വന്നല്ലേ. പക്ഷെ സാധനത്തിനൊക്കെ വില കൂടി ഒക്കെ ആണെങ്കിലും അതിൻ്റെ ഒരു വളർച്ചയുണ്ട്. അപ്പോൾ ആ വളർച്ച എല്ലാ കാര്യത്തിലും ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. നാട് ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ വളർച്ചയുടെ കൂടെ നമുക്കും എന്തെങ്കിലും ചെയ്യാൻ പറ്റിയാൽ നന്നായെന്ന് മാത്രം. കാരണം നമ്മളതുകൊണ്ട് മാത്രം ഈ വളർച്ച ഉണ്ടാക്കാൻ പറ്റില്ല. ചില ബിസിനസ്സുകാര് അങ്ങനെ ശ്രദ്ധിക്കാതെ കണ്ടിട്ടില്ല. അപ്പൊ താങ്കൾ പക്ഷെ നന്നായിട്ട് അത് ശ്രദ്ധിച്ചെന്ന് തോന്നുന്നുണ്ട്. നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്തൊക്കെ ഞാൻ പണ്ടൊക്കെ കണ്ടിട്ടുണ്ട്, VKC നൽകുന്ന ഭക്ഷണം, സൗജന്യ ഭക്ഷണം അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അതൊരു കാരണം അങ്ങനെ വരുമ്പം പിന്നെ എന്താ പറയുക, ഒരു സമൂഹത്തിൽ ആളുകൾ മാറി ചിന്തിക്കും, ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്, ഇങ്ങനെ ചെയ്യാം. അപ്പം നമ്മളെന്ത് കണ്ടിട്ട് വേറെ ആൾക്കാരും ചെയ്യാൻ പുറപ്പെടും. അങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ അതിനുശേഷം പിന്നെ കോർപ്പറേഷനൊക്കെ കൊടുത്തല്ലോ. കോർപ്പറേഷനൊക്കെ ഈ സ്കൂളിൽ കാലത്ത് നേരത്തെ ഉച്ചഭക്ഷണം മാത്രമേ ഉള്ളായിരുന്നു.
അപ്പം നമ്മളെ സ്കൂളിൽ നമ്മൾ ആദ്യമായിട്ട് പിന്നെ ഈ കാലത്ത് ഭക്ഷണം കൊടുക്കാൻ പുറപ്പെട്ടു. ഞങ്ങളുടെ സ്കൂൾ മാത്രമല്ല, ഞങ്ങളിങ്ങനെ കുറേ സ്കൂളുകൾ കൊടുത്തു, പല ഭാഗത്തും. ഞങ്ങൾ സ്ഥാപനമൊക്കെ വർക്ക് ചെയ്യുന്നിടത്ത് പല ഭാഗത്തും കൊടുത്തു. അപ്പം അത് കണ്ടപ്പം കാലത്ത് ഭക്ഷണം കൊടുക്കുക എന്നുള്ള ഒരു നിലയിൽ ആളുകൾ ആലോചിക്കാൻ പുറപ്പെട്ടു. പിന്നെ അത് കമ്മിറ്റി കൊടുക്കുന്നു. പിന്നെ ഇപ്പോൾ കോർപ്പറേഷൻ തന്നെ ഓരോ ഭാഗത്ത് കൊടുക്കാൻ പുറപ്പെട്ടു. അപ്പം അത് ചെയ്യാനുള്ള ഒരു ആളുകൾക്ക് അതിന്റെ ഒരു സ്റ്റാർട്ടിങ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചു ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഇത് എത്രത്തോളം ഫവാസിന് ഇപ്പം പിന്നെ ബിസിനസ്സിനൊപ്പം തന്നെ ആളുകളെ സേവിക്കുക എന്നുള്ളത് നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നുണ്ട്. ഫവാസിന് അത് നന്നായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഫവാസ് ബിസിനസ് ചെയ്യുമ്പം അങ്ങനെയൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? അല്ല, ഞാനിത് ഇപ്പം ബാബ പറയുമ്പോൾ ഞാൻ ആലോചിച്ചൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ഇതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ വളരുന്നതും. സ്വാഭാവികമായിട്ടും ഇതിന്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ഒരു നമ്മൾ പറഞ്ഞു നിൽക്കുന്ന ഒരു സാധനമായി മാറരുത് എന്നുള്ളത് നമ്മളും കണ്ടത് അങ്ങനെയാണ്. അങ്ങനത്തെ രീതിയിലാണ് ചെയ്യുന്നത്. പിന്നൊന്ന്, ഈ ബിസിനസ് പരമായിട്ട് ചെയ്യുന്ന സമയത്ത് ഒന്ന് നമ്മൾ നല്ലത് ചെയ്യുക, രണ്ട് നമ്മൾ തെറ്റ് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് സംസാരിക്കുമ്പോൾ എന്നോട് പറയാറുണ്ട്, രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, നമ്മളെ കഴിവിൽ നമുക്ക് നല്ല വിശ്വാസം ഉണ്ടായിരിക്കണം, അതിൽ നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യുക, നന്നായിട്ട് അധ്വാനിക്കുക. രണ്ടാമത്തത്, വേറെ ആൾ അറിഞ്ഞാലും മോശമാവെന്ന് വിചാരിക്കുന്ന ഒരു തെറ്റ് നമ്മുടെ മുമ്പിൽ വരാണെങ്കിൽ അത് ചെയ്യാതിരിക്കുക. ഇനിയപ്പോൾ നമുക്ക് എത്ര നഷ്ടം വന്നാലും അത് നമ്മൾ ഒഴിവാക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ ഈ ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പം മേ ബി ഇതും കൂടി കണ്ടിട്ടായിരിക്കണം ഒരു ബിസിനസ് ചെയ്യണം അല്ലെങ്കിൽ ഒരു ഓണ്ടർപ്രണർ ആണെന്ന് തോന്നിയത്. കാരണം സമൂഹത്തിൽ ഞാനൊരു മാഷായി കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ സൊസൈറ്റി ആയിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള കമ്പാരിസൺ ഒക്കെ ഉള്ളിൽ അങ്ങനത്തെ ചിന്തകളൊക്കെ വന്നു പോയിട്ടുണ്ട്. അപ്പം അതൊരു നമ്മുടെ മുമ്പിലുള്ളൊരു മോഡലാണത്. പുതിയ കാലത്ത് ഈ സംരംഭകരുമായിട്ടുള്ള ബന്ധം വരെ സംബന്ധിച്ചവർക്ക് കുറച്ചും കൂടി എളുപ്പമാണ്. അപ്പം ബിസിനസ് മീറ്റപ്പുകൾ, അതുപോലെ ഒരുപാട് ഓർഗനൈസേഷൻസ് ഈ സംരംഭകരുതുണ്ടായിരുന്നു. താങ്കൾ സംരംഭം ആരംഭിക്കുന്ന സമയത്ത് അത്രത്തോളം ഇന്ന് വളർന്നു നിൽക്കുന്ന സംരംഭകരുമായിട്ടുള്ള ഒരു ആത്മബന്ധം എങ്ങനെ ഉണ്ടായിരുന്നു താങ്കൾക്ക്? ഇപ്പം ഈ നാട്ടിലൊക്കെ ഒരുപാട് ഞാൻ തുടങ്ങുന്ന കാലത്ത് ബിസിനസ് തുടങ്ങാൻ ഗവൺമെൻറ് ഭാഗത്തു നിന്നൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. എല്ലാ ഓഫീസുകളും നമ്മൾ ചെന്നാൽ അതൊരു നമ്മളൊരു ലൈസൻസോ മറ്റു കാര്യങ്ങളോ ചെയ്ത് കിട്ടണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇന്ന് വന്ന് ഇപ്പം അത് അവർ നമ്മളെ തേടി വരുന്ന നിലയിലേക്ക് മാറി. ഇപ്പോഴത്തെ ഒരു മാറ്റം അതാണ്. അവർ നമ്മളെ തേടി വരിക, ആ നിലയിലേക്ക് അത് മാറി. ഇപ്പോൾ പഞ്ചായത്തുകൾക്കെല്ലാം ഒരു ഗവൺമെൻറ് ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ഇത്ര പിന്നെ ഈ ബിസിനസ് ആളുകളെ ഈ ആരംഭിക്കാൻ തയ്യാറുള്ള ആളുകൾ കണ്ടുപിടിച്ച് ചെയ്യിക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർക്കത് ഒരു പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിലായാലും കുറേ ആളുകൾ വരണം എന്നുള്ള അവരുടെ ആവശ്യമായി മാറി. അപ്പം അങ്ങനെ ഒരു മാറ്റം ഇപ്പോൾ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ട്. മുമ്പൊക്കെ പഞ്ചായത്തിലൊക്കെ നമ്മളൊരു പെറ്റീഷൻ കൊടുത്താൽ അത് ചെന്നപ്പോൾ നിങ്ങൾ അടുത്ത ആഴ്ച വരുന്ന പറയും, അന്ന് ചെന്നപ്പോൾ നിങ്ങൾ വേറെ അതിന് കടലാസ് ഇല്ലയെന്ന് പറയും. അപ്പം ഇങ്ങനെ പല പ്രാവശ്യം നടത്തിക്കും. ഇപ്പോൾ ഗവൺമെൻറ് ഈ കഴിഞ്ഞ പിണറായി ഗവൺമെൻറ് ഒരു ഓർഡർ ഇറക്കി. ആ ഓർഡർ എന്താ പറയുന്നത് പറഞ്ഞാൽ, നിങ്ങൾ ഒരു അപേക്ഷ കൊടുത്താൽ അപ്പം തന്നെ പരിശോധിച്ചിട്ട് അതിൻ്റെ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അപ്പം തന്നെ അത് കുറിച്ച് കൊടുക്കണം. അപ്പം തന്നെ അത് പിന്നെ വരാൻ നോക്കിയിട്ട് പിന്നെ പറയാന്നുള്ള പരിപാടിയില്ല. അത് നോക്കുക, അതിലെന്താണോ വേണ്ടത് അത് അപ്പം തന്നെ പറയുക, അത് വാങ്ങിക്കുക. അങ്ങനെ നിങ്ങൾ താമസിപ്പിക്കുകയാണെങ്കിൽ ഒരു മാസം വരെ താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കിട്ടിയതേരെ കണക്കാക്കിയിട്ട് അവർക്ക് പണി കൊടുക്കാം. അത്രയും വന്നു. പിന്നെ ഇവർക്കത് അവരുടെ ചുമതല ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് മാറി. അപ്പോഴിപ്പോഴും ആ പഴയ ബുദ്ധിമുട്ടില്ല. പിന്നെ അതുമാത്രമല്ല, ഇപ്പം ഏറെക്കുറെ ഓൺലൈനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം സ്മാർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഇപ്പം നമുക്ക് അവിടെ പോകാതെ തന്നെ കഴിയുന്ന നിലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഞങ്ങൾ അന്നത്തെ ഒരു സ്ഥിതി, അന്നത്തെ ഒരു പഞ്ചായത്ത് ഓഫീസിൽ പോയാൽ അവിടുത്തെ ഏറ്റവും താഴെയുള്ള ഉദ്യോഗസ്ഥനാണ് ഈ ശിവായി എന്ന് പറഞ്ഞത്. ആ ശിവായിനെ പോലും നമുക്ക് താഴെ എന്ന് പറയേണ്ടിയിരുന്നു. പക്ഷെ ആ സ്ഥിതി എല്ലാം വലിയ മാറ്റം, കാലഘട്ടത്തിൻ്റെ മാറ്റം വന്നു. ഇപ്പോൾ കഴിഞ്ഞ ഈ പിണറായി ഗവൺമെൻറ് വന്ന സമയത്ത് ഈ നിയമത്തിലും ചട്ടത്തിലും വലിയ മാറ്റം വരുത്തി. അത് നമ്മൾ ഐക്യ കേരളം വന്നതിന് ശേഷം ആദ്യമായിട്ടുണ്ടാകുന്നൊരു മാറ്റമുണ്ട്. അന്നുണ്ടായിരുന്ന നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടുക്കി കുത്തിമാതിരി ഒക്കെ മാറ്റിയിട്ട് അത് സുഖമാക്കി പോകുന്ന ഒരു നിലയിലേക്ക് മാറി. ആ മാറ്റം ഇപ്പം തുടങ്ങാൻ ചെല്ലുന്നവന് ഞങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ട് എന്തായാലും അനുഭവിക്കേണ്ട. ആ കാലത്ത് ഇപ്പോൾ ഇവർക്കെല്ലാം പോകുമ്പം ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇവരെ തേടി അതൊക്കെ ഇങ്ങോട്ട് വരും. 3 വർഷത്തെ ലൈസൻസിന്റെ ഒരു നിയമം ഉണ്ടല്ലോ പുതിയ. ആ റൂൾ അനുസരിച്ചിട്ട് പണ്ട് നമുക്കൊരു പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ലൈസൻസ് കൈമുണ്ടെങ്കിലേ പറ്റുള്ളൂ.
അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് ചോദ്യം ചെയ്താൽ നമ്മൾ പൂട്ടേണ്ടി വരും. പക്ഷെ ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ചിട്ട് കെ സ്വിഫ്റ്റ് എന്ന് പറഞ്ഞ നിയമം അനുസരിച്ചിട്ട് 3 വർഷത്തേക്ക് നമുക്ക് ലൈസൻസ് വേണ്ട. നമ്മളൊരു അക്നോളജ്മെന്റ് സൈൻ ചെയ്തിട്ട് നമ്മൾ അതിൽ റെസ്പോൺസിബിലിറ്റി സൈൻ ചെയ്ത് കൊടുക്കണം. പക്ഷെ 3 വർഷം വരെ നമുക്ക് സമയമുണ്ട് കമ്പനി തുടങ്ങിയിട്ട്. സർക്കാർ അത്രയും സംരംഭപരമായിട്ട് കുറച്ചും കൂടി അതെ. ബന്ധത്തിലേക്ക് വന്നു തോന്നുന്നു. ഏറ്റവും അവസാനമായിട്ട് 2 ചോദ്യങ്ങളാണ്. ഏറ്റവും അവസാനമായിട്ട് അമിതാഭ് ബച്ചന് PKCന്റെ മുഖമായിട്ട് വരുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ആക്ടറാണ് അമിതാഭ് ബച്ചൻ. അപ്പം അദ്ദേഹത്തിന് തെരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം? നമുക്ക് അമിതാഭ് ബച്ചൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾ ഇന്ത്യ ബിസിനസ്സാണ്. നമ്മൾ കേരളത്തിൽ മാത്രമാണെങ്കിൽ നമുക്ക് അമിതാഭ് ബച്ചനെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ പിന്നെ നമ്മുടെ ഏരിയ ഹിന്ദി സംസാരിക്കുന്ന മേഖലയാണ്. അപ്പോൾ അവിടെ ഏറ്റവും നമ്പർ 1 അമിതാഭ് ബച്ചനാണ്. അപ്പോൾ അങ്ങനത്തെ ഒരാളെ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്പർ 1. ഇന്നിപ്പോൾ പിന്നെ ഇവരെ പരസ്യം കൊടുക്കുന്ന ഈ ആളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വില കൂടിയ പിന്നെ ആളാണ് അമിതാഭ് ബച്ചൻ. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റിന് അമിതാഭ് ബച്ചൻ വേണം എന്നുള്ള നിലയിൽ കൊണ്ടുവന്നതാണ്. അത് നമുക്ക് കേരളത്തിൽ വെച്ച് പരിശോധിച്ചാൽ കേരളത്തിന് ഇപ്പോൾ അത് ചെറുതാ അറിയുന്നില്ല ബച്ചനുള്ളത്. കാരണം അത് ഹിന്ദി മേഖലയിലാണ്. നടക്കും പത്രത്തിലുണ്ട് അമിതാഭ് ബച്ചന്റെ വെച്ചിട്ട് PKCന്റെ ഒരു പരസ്യം. അത് വില കുറച്ചിട്ടാണ്. അപ്പം വില കുറച്ചല്ലോ. ഇപ്പം ടാക്സിൻ്റെ ഈ ടാക്സ് 12% നമ്മൾ. അപ്പം അതിനിപ്പം 5% കുറച്ചല്ലോ. ആ കുറച്ചത് ആളുകൾക്ക് പിന്നെ കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. മറ്റേ നമുക്ക് ഈ കുറവ് വരുത്തി എന്നുള്ളതും കാണിച്ചു കൊടുത്തുകൊണ്ട് തന്നെ വെക്കുക എന്നുള്ള. പുതിയ കുട്ടികൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നു. നിഹാൽ ഇറങ്ങുന്നു, ഫവാസ് ഇറങ്ങുന്നു. ഒരുപാട് ആളുകൾ താങ്കളെ കണ്ട് പഠിക്കുന്നുണ്ടാവും. പുതിയ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന ആളുകളുടെ അടുത്ത് VKC എന്താണ് പറയാനുള്ളത് ഏറ്റവും അവസാനമായിട്ട്? പുതിയ ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ പിന്നെ എനിക്ക് പറയാനുള്ളത്, ഒന്ന്, സാധ്യതകൾ എന്തു ചെയ്യാന്നുള്ള നിലപാടാവുന്നത്. നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആ പ്രദേശത്തുള്ള സാധ്യതകൾ, കിട്ടാവുന്ന റോ മെറ്റീരിയൽ, വാങ്ങുന്ന ആളുകളുടേത്, അപ്പോൾ അതൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് വിജയിക്കാനുള്ള സാധ്യത ഉണ്ടോ ഇല്ലയോ എന്ന് അസസ് ചെയ്യണം. അപ്പോൾ അത് സാധ്യത നോക്കി ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വിജയിക്കാൻ പറ്റും. അതിന് കഠിനാധ്വാനം ആവശ്യമാണ്. കഠിനാധ്വാനം ചെയ്യാത്ത ഒരാൾക്കും വിജയിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ മറ്റു നിലയിൽ ചെയ്താൽ, ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു പിന്നെ ഈ പ്ലാസ്റ്റിക് കവർ ഉണ്ടാക്കുന്ന ഒരു കമ്പനി വെച്ചു. പ്ലാസ്റ്റിക് സാധാരണ ഈ ബാഗ് ഉണ്ടല്ലോ, അതുകൊണ്ട്. അപ്പോൾ അത് സാധാരണ ഇപ്പോൾ അത് ഉണ്ടാക്കിയിട്ട് സാധാരണ ആളുകൾ ഈ സൈക്കിളിൽ വെച്ച് വൈകുന്നേരം ഷോപ്പിലൊക്കെ കൊണ്ടുപോയി കൊടുക്കും. അല്ലെങ്കിൽ സ്കൂട്ടറിൽ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കും. അതൊരു വലിയ പാർട്ടി ഇപ്പോൾ എടുത്ത് അയാൾ കാറിലൊക്കെ പോകും, അല്ലെങ്കിൽ ഒരു മാനേജർ വെച്ച് കണ്ട് വർക്ക് ചെയ്യിക്കുകയാണെങ്കിൽ ഒരിക്കലും അയാൾക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ആ ബിസിനസ് എങ്ങനെ നടക്കുന്നതെന്നുള്ളത് പഠിക്കണം. കാരണം ആ ബിസിനസ് നടക്കുന്ന ചുരുങ്ങിയ ചിലവിൽ ഇത് സാധനം പ്രൊഡക്ഷൻ ഉണ്ടാക്കി അത് ഒരു പക്ഷേ അയാൾ തന്നെ അല്ലെങ്കിൽ അയാളുടെ ഒരു മാനേജർ സ്കൂട്ടറിൽ വെച്ചിട്ട് കൊണ്ടുപോയി കൊടുത്തിട്ട് പൈസ വാങ്ങാം. അപ്പോൾ അത് ആ നിലക്ക് നടക്കുന്ന ഒരു വ്യവസായത്തിൽ ഒരാൾ പിന്നെ മാനേജറിങ് മറ്റതൊക്കെ വെച്ചിട്ട് അത് ആ ബിസിനസ് ചെയ്താൽ വിജയിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് ഓരോ ബിസിനസ്സിനെ പറ്റിയും നന്നായിട്ട് പഠിക്കണം. പഠിച്ച് ചെയ്യുക, അതിൽ കഠിനാധ്വാനം ചെയ്യുക. പിന്നെ വേണ്ടത് സത്യസന്ധതയാണ്. 100% ആളുകൾ വിശ്വാസം ഉണ്ടാക്കി തീർക്കണം. നമ്മുടെ പ്രൊഡക്റ്റായാലും ഇടപാടായാലും ഒക്കെ തന്നെ. ഇത് കൈമുതലായിട്ടുള്ള ഒരാളാണെങ്കിൽ അവർക്ക് വിജയിക്കാനൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ത് ചെയ്താലും. അതേസമയത്ത് ഇപ്പോൾ അതിന് എവിടെയെങ്കിലും ഇപ്പം നമ്മളിവിടെ ചെരുപ്പ് കമ്പനിയിൽ ഞങ്ങളൊക്കെ വിജയിക്കുമ്പോൾ തന്നെ പല ആളുകളും ഇവിടെ തറവാട് വരെ വിറ്റ് പോയിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഇപ്പോൾ ചെരുപ്പ് ചെയ്തിട്ടാണ് ഞങ്ങൾ പിന്നെ വികാസം പ്രാപിച്ച് കൂടുതൽ കമ്പനിയൊക്കെ വെക്കുന്നത്. അതിൽ നിന്ന് ഉണ്ടാക്കിയിട്ടാണ്. അതേ സമയത്ത് സ്വന്തമായിട്ട് പിന്നെ ഉള്ള പൈസ മുടക്കി പിന്നെ തുടർന്ന് അതിന് മേലെ പൈസ മുടക്കി ഉള്ളതൊക്കെ വിറ്റ് അവസാനം കടം വന്ന് മുഴുവൻ വിറ്റ് പോയ ആൾക്കാരുമുണ്ട്. അപ്പോൾ അതെന്താ കാരണം എന്ന് പറഞ്ഞാൽ അവർ ഇതിനെപ്പറ്റി വേണ്ടത്ര പഠിക്കാതെ, കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാതെ അങ്ങനെ പരാജയപ്പെടുന്നു. അപ്പോൾ ഈ ഒരേ സമയത്ത് ഇത് രണ്ടും നടക്കുന്നുണ്ട്. വിജയിക്കുന്ന സമയത്ത് തന്നെ ഒരു കൂട്ടർ ഞാൻ പറഞ്ഞത് ഇതേ ചെരുപ്പിൻ്റെ ഏർപ്പാട് ചെയ്തിട്ടാണ് പറഞ്ഞത്, ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു എല്ലാ വിഭാഗത്തിലും ഉണ്ട് അത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ പിന്നെ കാര്യക്ഷമമായി ഇതിൻ്റെ എല്ലാ വശങ്ങളും കണ്ട് പഠിച്ച് മുന്നോട്ട് പോകണം. പിന്നെ ഇപ്പം ഫവാസിൻ്റെ മാതിരിയൊക്കെ വീണെണീറ്റാണ് പോകണം. ഇപ്പം കുറച്ചും കൂടി അനുഭവം വെച്ചിട്ടുണ്ട്. ഇപ്പം അതുകൊണ്ട് ഇനിയിപ്പം വലിയ കെടുതല്ല ഇനി.
പേടിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ വീട് ഉയർന്ന ഒരാളെ കണ്ടിട്ടാണ് അവന് അല്ല അവൻ തന്നെ പെടണം. ഇല്ല ഇല്ല ഇപ്പൊ ഇത് പിന്നെ ഇതാണ് പിന്നെ ഒരു ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ഒരു നമ്മൾ നല്ലൊരു ആലോചനയും അതിൻ്റെ ഒരു പഠനത്തിന് ശേഷം തുടങ്ങിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവില്ല. പറ്റില്ല. അല്ലാണ്ട് നമ്മളിപ്പോൾ വേറെ ഒന്ന് കണ്ടിട്ട് അതുമാതിരി ചെയ്യാൻ ഉദ്ദേശിച്ച് പോയാൽ ചിലപ്പോൾ അപകടം പറ്റും. കോപ്പി ചെയ്യാൻ പറ്റില്ല. അതെ, അത് ചിലപ്പോൾ അപകടം പറ്റും. കോപ്പി ചെയ്യാം, പക്ഷെ അത് ശരിക്കും അതിനെപ്പറ്റി പഠനം നടത്തിയിട്ട് പിന്നെ കോപ്പി ചെയ്യലാണ് ഇവിടെ മുഴുവൻ ഉള്ളത്. എല്ലാവരും കോപ്പി ചെയ്യാണല്ലോ. വേറെ ആരപ്പം ഗവേഷണം നടത്തിയിട്ട് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഒറ്റ ചുരുക്കിട്ട് കോപ്പി അടിക്കുക. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ പിന്നെ ഈ സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് വേറൊരാൾ ചെയ്ത് നന്നായി കണ്ടാൽ അത് പഠിക്കുക. അതെങ്ങനെ ചെയ്ത് നോക്കി പഠിക്കുക. എല്ലാം കഴിയുമെങ്കിൽ അവിടെ നിന്ന് ഒരാളെയും കൂടി തൂക്കി വന്നിട്ട് കുറച്ചുകൂടി ബെറ്റർ ഒക്കെ ചെയ്യാൻ പറ്റുമോ നമുക്ക്? നമ്മളതായിട്ടുള്ളൊരു അതാണ്. വേറെ നമ്മൾ കണ്ടുപിടുത്തൊന്നും ഇവിടെ ആരും നടത്തുന്നില്ല. കണ്ടുപിടുത്തം നല്ലതാണ്. അപ്പൊ എല്ലാവരും കോപ്പി അടിക്കുകയാണ്. കോപ്പി അടിക്കുകയാണെന്ന് നന്നാക്കി അടിക്കുക എന്നുള്ള. ഇനിയുള്ള കാലത്തും VKC പാവപ്പെട്ട ആളുകൾക്ക്, VKC ഉള്ളിടത്തോളം കാലം പാവപ്പെട്ട ആളുകൾക്ക് എന്തായാലും ചെരുപ്പ് ഇടാൻ പറ്റും, അല്ലെങ്കിൽ ചെരുപ്പ് ഇടുന്നതിൽ കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. അപ്പം ഉപ്പാപ്പ ഉണ്ടാക്കിയ പ്രൗഢി പേരക്കുട്ടികളിലൂടെ നമ്മുടെ നാട്ടിൽ നിലനിൽക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി.